സ്വർഗേ വിരുദിനായി പറന്നിടോ ഞാൻ മറുരൂപമായി പാരേ സുരാജൻ സന്നിധോ പറന്നിടോ ഞാൻ മറുരൂപമായി പാരേ സുരാജൻ സന്നിധോ ദൂരസംഗമാകവേ കേൾക്കുവാൻ സദാ സന്നദ്ധരായി നീന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ദൈവ വചന പഠനത്തിനായിട്ട് സമയത്തെ വേർതിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ചിന്തിച്ചത്, ദൈവസന്നിധിയിൽ ധ്യാനിച്ചത്. 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. വീണ്ടും അടുത്തത് ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയം, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലയോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. മറ്റൊരു തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ഉത്സാഹിക്കും. അല്ലെ, ദൈവ ഇഷ്ടം ചെയ്തെങ്കിലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തത് നമുക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊരിക്കൽ യഹൂദന്മാരായ കുറേ ആളുകൾ യേശുക്രിസ്തുവിനോട് നേരിട്ട് ചോദിച്ചു. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കിടക്കുന്ന ഭാഗമാണ്. അവിടെ യേശു കർത്താവ് അവരോട് പറയുന്നൊരു കാര്യം, ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിന് അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ദൈവം അയച്ച യേശുക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് അവനോട് ചേർന്ന് നിന്ന ശിഷ്യന്മാരിൽ ഒരുവനായ പൗലോസ് ഇവിടെ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്തു ചെയ്യണമെന്ന് ദൈവത്തിന് കൃത്യമായൊരു ആഗ്രഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തെക്കുറിച്ചാണ് അതിൻ്റെ 14-ാമത്തെയും 15-ാമത്തെയും 16-ാമത്തെയും വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. 14 മുതൽ ഇങ്ങനെയാ വിശദീകരിക്കുന്ന, സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുക. എന്താ? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എപ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇക്കാര്യങ്ങളാണ് ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് ആർക്കെങ്കിലും അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കിടക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തമ്മിലും എപ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതൊക്കെയാണ് ക്രിസ്തുയേശുവിലുള്ള ദൈവ ഇഷ്ടങ്ങൾ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവൻ്റെ ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. ഇത് ചെയ്യാതെ ബാക്കി എന്ത് ചെയ്തിട്ടും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഒന്നാമത് യേശുക്രിസ്തുവിനെ പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തി, അത് പരാജയപ്പെട്ടു. അതിനുശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്നൊക്കെ നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് കർത്താവും ശിഷ്യന്മാരും ഒക്കെ നമ്മളെ പ്രബോധിപ്പിക്കുന്നൊരു കാര്യം, നിങ്ങളിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ഊടാടി നടക്കുന്നുണ്ട്. നിങ്ങളെ തെറ്റിച്ചു കളയാൻ സാത്താൻ അവൻ്റെ സകല തന്ത്രങ്ങളും ഉപയോഗിക്കും. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ തന്നെ കർത്താവ് പഠിപ്പിക്കുന്ന ആ ഭാഗത്തും പഠിപ്പിക്കുന്നുണ്ട്, ദുഷ്ടൻ്റെ കെണികളിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ, സാത്താൻ്റെ തന്ത്രങ്ങളിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പിശാച് എന്ത് ചെയ്യുന്നുണ്ട്? തന്ത്രങ്ങൾ പ്രയോഗിക്കും. പിശാച് നമ്മളെ വഴിതെറ്റിക്കാനുള്ള തന്ത്രങ്ങൾ എല്ലാ അഭ്യാസങ്ങളും ഇറക്കിക്കൊണ്ടേയിരിക്കും. അതിന് പിശാച് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം കെട്ടി വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കള്ള അപ്പസ്തോലന്മാരുടെ വേഷം കെട്ടി വരിക, അല്ലെങ്കിൽ കള്ള ഉപദേഷ്ടാക്കന്മാരുടെ വേഷം കെട്ടി വരിക, കള്ള പ്രവാചകന്മാരുടെ വേഷം കെട്ടി വരിക. ഇങ്ങനെ വന്നിട്ട് ഇവൻ പ്രധാനമായി ചെയ്യുന്ന ദൗത്യം ഇതായിരിക്കും. എന്താണോ ദൈവത്തിന് ഇഷ്ടം അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിടുക. എന്നിട്ട് വേറെ എന്തൊക്കെയോ ആണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നമ്മളെ ബോധിപ്പിക്കുക. എന്നിട്ട് ദൈവത്തിന് ഇഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ദൈവം പറയാത്ത കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ആത്മസംതൃപ്തിയിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കും. നമ്മൾ അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ്, ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ്, ഒന്നുകൂടെ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ്, അങ്ങനെ ഉറക്കെ ഹല്ലേലൂയ പറയുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് അറിയാതെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ തോന്നിയിരിക്കുക. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഉപവസിക്കുക. 8 ദിവസം ഉപവസിക്കുക, 9 ദിവസം ഉപവസിക്കുക. 8 ദിവസത്തിൻ്റെ കണക്കില്ല, എല്ലാം ഒറ്റ സംഖ്യ കണക്ക്. 9 ദിവസം ഉപവസിക്കുക, അല്ലെ 21 ഉപവസിക്കുക, അല്ലെ 41 ഉപവസിക്കുക. അങ്ങനെ ഏറെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, മല്ലുകെട്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ദൈവത്തിന് പ്രസാദകരമായ കാര്യമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാറുണ്ട്. പല ആളുകളും അങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം, വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം, മല്ലുകെട്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ വളരെ തന്ത്രപരമായി ദൈവസഭയ്ക്കകത്ത് സാത്താൻ കുത്തി നിറച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ, തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾ നിരന്തരം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എഫേസ്യ ലേഖനത്തിൽ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടുകളുടെ ആത്മാവിനെ പ്രാപിക്കണം. അപ്പം കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുക, തിരുവെഴുത്ത് പഠിക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ദുഷ്ടൻ്റെ കെണിയിൽ എന്ത് ചെയ്യത്തില്ല, അവൻ്റെ തന്ത്രപരമായ ഒരു കെണിയിലും വീഴാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ തെസ്സലോനിക്ക ലേഖനം പഠിക്കുന്നതെങ്കിൽ തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടകരമായ കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങൾക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിൽ വലിയ പ്രസക്തിയൊന്നും കണ്ടുവരാറില്ല. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാൻ, ഇത് ചെയ്യണം എന്ന് പറഞ്ഞൊരു നിർബന്ധ ബുദ്ധി വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് എങ്ങും പകരുന്ന കാഴ്ച കാണുന്നില്ല. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം. തമ്മിലും എപ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി എന്ന് മനസ്സിലാക്കി ഇക്കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വിശ്വാസികളെ നമുക്ക് ചുറ്റും കാണാനേ ഇല്ല. ഇക്കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ശുശ്രൂഷകരെ നമുക്ക് ചുറ്റിലും കാണാനേ ഇല്ല. അവരാരാധിക്കുന്നു, വിടുതലേറ്റെടുക്കുന്നു, വിടുതലേറ്റെടുക്കുന്നു, ബന്ധനമഴിക്കുന്നു, കെട്ടുകൾ പൊട്ടിക്കുന്നു, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊന്നുമല്ല ദൈവത്തിനേറെ പ്രസാദകരമായ അനുഭവങ്ങൾ. ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയുന്നു, ഇനി നമുക്ക് പഠിക്കാനുള്ള 16-ാം വാക്യമാണ്, എപ്പോഴും സന്തോഷിക്കുവേൻ. അതെന്താണ്? ദൈവത്തിനേറെ പ്രസാദകരമായ പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് പിന്നെ സങ്കടപ്പെടാൻ സമയമുള്ളത്? സങ്കടപ്പെടാൻ സമയമില്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എപ്പോഴും സന്തോഷിപ്പീൻ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എപ്പോഴും സന്തോഷിപ്പീൻ. ഏത് സമയത്തും നിങ്ങളുടെ മുഖത്ത് എന്തുണ്ടാകണം? സന്തോഷമുണ്ടാകണം. ഏത് സമയത്തും നിങ്ങൾ സന്തോഷിക്കുന്നവരായിരിക്കണം. അപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ്റെ ഭക്തന്മാരെപ്പോഴും എങ്ങനെ ഇരിക്കണം? സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പകരം നിങ്ങൾ നിരാശയോടെ ഇരുന്നാലോ, നിലവിളിച്ചുകൊണ്ടിരുന്നാലോ, കരഞ്ഞുകൊണ്ടിരുന്നാലോ? ചിലയിടങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഓലോലെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവീൻ. നിങ്ങളുടെ കണ്ണുനീരുകളെല്ലാം തുരുത്തിയിൽ, നിങ്ങൾ രാവും പകലും കണ്ണുനീരിങ്ങനെ തുരുത്തിയിൽ സംഭരിച്ചുകൊണ്ട്. അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റല്ലേ പഠിപ്പിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീനെന്ന് പറയുന്ന വചനം ഒരിടത്ത് കിടക്കുമ്പോൾ പഴയ നിയമത്തിൽ വാക്യം എടുത്തിട്ട് നിങ്ങളുടെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില വാക്യങ്ങൾ എടുത്തിട്ട് വിശ്വാസികളോട് പറയുക, നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? കരഞ്ഞു പ്രാർത്ഥിക്കണം, കണ്ണുനീരൊഴുകണം. അതുകൊണ്ട് പാവം ഏറ്റവും കൂടുതൽ സഹോദരിമാർക്ക് അതിന് കഴിവുള്ളത്. അതുകൊണ്ട് സഹോദരിമാർ മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ? അങ്ങ് കരച്ചില്ല. പിന്നെ ചുരുക്കം ചില പുരുഷന്മാരും എന്ത് ചെയ്യും? കരയും.
ഭൂരിപക്ഷ പുരുഷന്മാരെ കൊണ്ട് ഈ കരയുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മിണ്ടാതെ ഒരു മൂലയ്ക്ക് അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ സ്ത്രീകൾ എന്ത് ചെയ്യും? വേണേൽ എത്ര മണിക്കൂർ വേണേലും ഇരുന്ന് കരഞ്ഞ് കുറേ കഴിയുമ്പം പ്രാർത്ഥിച്ചെണ്ണിക്കുമ്പം അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഏതാണ്ട് ഒരു 1.5 തച്ച് പണിയെടുത്തതിൻ്റെ ആശ്വാസമാണ്. ഇന്ന് നല്ല കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടെ പണിക്കാരൻ പണിയെല്ലാം തികച്ചു കയറിപ്പോകുന്ന ഒരു പ്രതീതിയോടുകൂടിയാണ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ദൈവം പ്രസാദിച്ചിട്ട് പ്രതിഫലം തരുമെന്ന് ധരിച്ചു വരിക. കരയരുതെന്നൊന്നും അല്ല ഞാനീ പറഞ്ഞത്. നിങ്ങൾക്ക് കരച്ചിൽ വരുമ്പം കരഞ്ഞോ കേട്ടോ. കരച്ചിൽ വരുമ്പോൾ ശ്വാസം പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നും അല്ല ഈ പറഞ്ഞതിൻ്റെ കാര്യം. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾ എപ്പോഴും എങ്ങനെ ഇരിക്കണമെന്നാണ്. അതാണ് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി. ഇനി ആ സന്തോഷിക്കുക എന്ന് പറയുന്ന വിഷയത്തെ നമുക്കൊന്ന് ചില വാക്യങ്ങളിലൂടെ ഒന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വേദഭാഗം. മത്തായി നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ അനുഗ്രഹീതർ. വളരെ വ്യക്തമായി നമ്മൾ ഈ സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഈ സങ്കടം വരുന്നതെന്നറിയാവും. എപ്പോഴും സന്തോഷിപ്പിൻ എന്നൊക്കെ വാക്യമുണ്ട്. എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം? അത് കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ ശരി ചെയ്താലും നമ്മൾ ഉപദ്രവം അനുഭവിക്കും. ഉപദ്രവം അനുഭവിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? നമ്മുടെ ന്യായം മറിച്ചു കളയും, നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നമുക്ക് നീതി കിട്ടാതെ പോകുന്നു, നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ലെന്നേ. അങ്ങനെ എങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നേ? ഒരാൾ നമ്മളെ അകാരണമായി കുറ്റപ്പെടുത്തുക, ഒരാൾ നമ്മളെ അകാരണമായി ഉപദ്രവിക്കുക, നമ്മുടെ വസ്തുവകകൾ നഷ്ടപ്പെടുത്തുക, നമ്മുടെ സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് പോവുക, എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? അപ്പം നമുക്ക് കരച്ചിൽ വരത്തില്ലേ, സങ്കടം വരത്തില്ല. സത്യത്തിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്ന ആ ഘട്ടങ്ങളിലാണ്. പക്ഷെ തിരുവെഴുത്ത് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ മത്തായിയുടെ സുവിശേഷം 5:10 എന്താ പറയുന്നത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ അനുഗ്രഹീതർ. അപ്പോൾ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ നീ തിരുവെഴുത്ത് ഓർക്കണം. കാര്യം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത് നീ ഭാഗ്യവാനാണ്. അപ്പോൾ ഭാഗ്യവാനാണെങ്കിൽ സന്തോഷിക്കാൻ വകയില്ലേ? അങ്ങനെയാണെങ്കിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നിനക്ക് എന്തിനുള്ള വകയുണ്ട്? സ്വർഗരാജ്യം സന്തോഷിക്കാനുള്ള വകയുണ്ട് അല്ലേ? അപ്പം ഇതാണ് ദൈവവചനം പഠിക്കണമെന്ന് പറയുന്നത്. നീതി, ഞാൻ നീതിയാണ് ചെയ്തത്, ഞാൻ ന്യായം ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ കുറ്റവാളിയായത്, ഞാൻ നീതി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഉപദ്രവം സഹിക്കുന്നത്, ഞാൻ ന്യായമായൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവരെന്നെ ആക്രമിക്കുന്നത് എന്നാണോ നിൻ്റെ അഭിപ്രായം? അതിന് നീ കരയല്ലല്ലോ ചെയ്യേണ്ടത്. തിരുവെഴുത്ത് പറഞ്ഞു നീ നീതി നിമിത്തമാണ് ഈ ഉപദ്രവം സഹിച്ചതെങ്കിൽ നീ ആരാണ്? ഭാഗ്യവാനാണ്. നീ ഭാഗ്യവാനാണ്. ദൈവസന്നിധിയിലെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് നീതി നിമിത്തം ഉപദ്രവം അനുഭവിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് നിശ്ചയമായിട്ടും ഞാൻ ന്യായം ചെയ്തിട്ടാണ് ഈ ഉപദ്രവം സഹിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാനാ വക, സങ്കടപ്പെടാൻ വകയില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ, തെറ്റ് ചെയ്തിട്ടാണ് ഈ ഉപദ്രവം സഹിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ തെറ്റിനെക്കുറിച്ച് ദുഃഖവും നിരാശയും വരുന്നതാണ് അഭികാമ്യം. എന്നാൽ ഞാൻ ശരി ചെയ്തിട്ടാണ്, നീതി പ്രവർത്തിച്ചിട്ടാണ് ഈ ഉപദ്രവം സഹിക്കുന്നതെങ്കിൽ എനിക്ക് അഭികാമ്യമായ കാര്യം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടുന്ന ബോധ്യം, ഞാൻ എൻ്റെ ഭാഗ്യാവസ്ഥ വർദ്ധിക്കുകയാണ്. സോ ആ സമയത്ത് ഞാൻ എങ്ങനെ ആയിരിക്കണം? സന്തോഷിക്കുന്നവനായിരിക്കണം. അടുത്ത വാക്യം എന്താ പറയുന്നത്? സ്വർഗരാജ്യം അവർക്കുള്ളത്. കാര്യം ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഭാഗ്യവാൻ പറയുന്നതല്ല കേട്ടോ. നീതി നിമിത്തം നീ ഉപദ്രവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിനക്ക് കുറച്ച് പണം തരാമെന്നല്ല പറഞ്ഞത്. സ്വർഗരാജ്യം നിനക്ക് കിട്ടും. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവും ഒന്നും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആത്മാവിലുള്ള സന്തോഷം നിനക്ക് ആസ്വദിക്കാൻ പറ്റും. നീ ഭാഗ്യവാനാണ്. അടുത്ത വായിച്ച്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ അനുഗ്രഹീതർ. അടുത്തത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവേൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു. കൃത്യമാ. നിങ്ങൾ സന്തോഷിപ്പീൻ. എൻ്റെ നാമനിമിത്തം നിങ്ങളെപ്പറ്റി നുണ പറഞ്ഞാൽ, നിങ്ങളെപ്പറ്റി അവിഖ്യാതി പറഞ്ഞുണ്ടാക്കിയാൽ, എല്ലാ തിന്മകളും നിങ്ങളെപ്പറ്റി കളവായാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നതെങ്കിൽ, നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം എന്തെന്നറിയാമോ? സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാകും. അപ്പോൾ സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന അങ്ങനെയാണ്. അല്ലാതെ ഒരു ദിവസം 48 മണിക്കൂർ 48 മണിക്കൂറുള്ള ദിവസങ്ങളിൽ ഒരു 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിലൊന്നും അല്ല ഇവിടെ പ്രതിഫലം വർദ്ധിക്കുന്നത്. പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഏറിയ മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രതിഫലം വർദ്ധിക്കുമെന്ന്. പ്രാർത്ഥിക്കേണ്ടതെന്നല്ല, പ്രാർത്ഥിച്ചോ. പക്ഷേ പ്രതിഫലം വർദ്ധിക്കണമെങ്കിൽ പ്രതിഫലം ഏറെ വർദ്ധിക്കുന്നത് എവിടെയാണെന്നറിയാമോ? കർത്താവിൻ്റെ നാമനിമിത്തം ഉപദ്രവം അനുഭവിക്കപ്പെടുമ്പോൾ, നിന്ന അനുഭവിക്കപ്പെടുമ്പോൾ, പീഡ അനുഭവിക്കപ്പെടുമ്പോഴാണ് നമുക്കുള്ള പ്രതിഫലം വർദ്ധിക്കുന്നത്. അപ്പം അവിടെ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? സന്തോഷിച്ച് സന്തോഷിക്കുക മാത്രമല്ല, സന്തോഷിച്ച് ഉല്ലസിക്കുക. സന്തോഷിച്ച് ഉല്ലസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷിക്കുന്നതും ഉല്ലസിക്കുന്നതും, സന്തോഷിച്ച് ഉല്ലസിക്കുക എന്ന് പറയുന്നതും സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണോ? അല്ല. സന്തോഷിച്ച് ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ
എന്നോട് സന്തോഷം അധികമായി. സന്തോഷത്തെ ആഘോഷിക്കുക അല്ലേ? നമുക്ക് സന്തോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? അയൽവക്കക്കാരെ കൂടെ വിളിച്ച് നല്ല ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് അല്ലേ ചിലവ് ചെയ്യും. 10ാം ക്ലാസ് ജയിച്ചു എസ്തേറെ, അല്ലെങ്കിൽ 5ാം ക്ലാസ് ജയിച്ചു, അല്ലെങ്കിൽ 9ാം ക്ലാസ് ജയിച്ചു എസ്തേറെ മുട്ടായി എന്ത് ചെയ്യേ എന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ എസ്തേർ സന്തോഷിച്ചിട്ട് എന്ത് ചെയ്യണം? ഉല്ലസിക്കുന്നത് നമ്മളെ കൂടെ സന്തോഷിപ്പിക്കുമ്പോഴാണ്. എസ്തേറിന് മാത്രം സന്തോഷിക്കാനാണെങ്കിൽ എസ്തേർ ജയിച്ചിട്ട് നേരെ 2 മുട്ടായി മേടിച്ച് പറിക്കാത്ത മുറി അടച്ചിട്ട് അതിനകത്ത് നിന്നാൽ പോരെ, അവിടെ സന്തോഷമായില്ലേ? പക്ഷെ അവിടെ സന്തോഷിച്ച് ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്കും കൂടി പകരുക. അതല്ലേ നമ്മൾ ആഘോഷങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ലേ പ്രിൻസേ? സന്തോഷിച്ചുല്ലസിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? സന്തോഷിച്ചുല്ലസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം നിങ്ങളിലും പകർന്ന് നിങ്ങളെയും സന്തോഷിപ്പിക്കുക, നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുക. അതാണ് ഉല്ലാസമായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ മിഠായി വിതരണം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നീതി നിമിത്തം നിങ്ങളെപ്പറ്റി കളവായി പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പായസം ഉണ്ടാക്കി അയൽവക്കക്കാർക്കൊക്കെ കൊടുക്ക്. അതൊക്കെ പറ്റുമോ? അങ്ങനെയൊക്കെ വേണം. അല്ല, ഇത് ചിന്തിച്ചാൽ അങ്ങനെയും വേണ്ടേ? കാര്യം എന്താ? സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കുക, നമുക്കുള്ള പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ അവിടെ നിക്ഷേപം വളരുകയാണ് സ്വർഗത്തിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വചനം നമ്മൾ അനുസരിക്കാൻ തയ്യാറായെങ്കിൽ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ വചനം അനുസരിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താ പറഞ്ഞേ? എപ്പോഴും സന്തോഷിപ്പീൻ. അപ്പോൾ ഉപദ്രവം അനുഭവിക്കുമ്പോഴും സന്തോഷിക്കാം, നിന്ന പറയുമ്പോഴും സന്തോഷിക്കാം. ഇതൊന്നുമില്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യ വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ താല്പര്യപ്പെട്ടു പോകുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എപ്പം നോക്കിയാലും അവൻ എങ്ങനെ ഇരിക്കും? സന്തോഷത്തോടെ ഇരിക്കും. നിരാശയല്ല, അവനിൽ പ്രത്യാശയാണ്. മറ്റൊരിടത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എടുക്കണമെന്നില്ല, എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വത്തുക്കളുടെ അപഹാരം നിങ്ങൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ കുറിച്ചുള്ള ഉറപ്പ് നിമിത്തം നിങ്ങളുടെ സ്വത്തുക്കളുടെ അപകാരം നിങ്ങൾ സന്തോഷത്തോടെ. സ്വത്തുക്കൾ വല്ലവരും അപകരിച്ചുകൊണ്ട് പോയാൽ സന്തോഷിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. എങ്ങനെ? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ കുറിച്ചുള്ള ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളുടെ അപകാരം നിങ്ങൾ എന്ത് ചെയ്യും? സന്തോഷത്തോടെ സഹിക്കും. അങ്ങനെയാണെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ ഈ പറയപ്പെട്ട വാക്യങ്ങൾ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്കും അനുസരിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം വിശുദ്ധന്മാർ അത് അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. എബ്രായ വിശ്വാസികളെ നോക്കി എബ്രായ ലേഖനകർത്താവ് തന്നെ പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കളുടെ അപഹാരം നടന്നപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തു? അത് സന്തോഷത്തോടെ സഹിച്ചു. കണ്ടു നിൽക്കുകയാണ്. മക്കെദോനിയ സഭയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ മക്കെദോനിയ സഭയിൽ പൗലോസ് അത് കണ്ടു. എന്താണ്? കഷ്ടത എന്ന കഠിന ശോധനയിലും അവരുടെ സന്തോഷം, വളരെയധികം സന്തോഷം അവർ അനുഭവിക്കുന്നു. അപ്പോൾ ഇത് ദൈവ മക്കൾ, വിശുദ്ധ ജനം, കർത്താവിൻ്റെ ഇഷ്ടമക്കൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നം. അതിൻ്റെ കാരണമേ ഒന്നേ ഉള്ളൂ, നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ കാര്യത്തെപ്പറ്റി അല്ല നോക്കുന്നത്. നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം എന്താണെന്നല്ല അന്വേഷിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നമുക്ക് അന്വേഷിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമുക്ക് എന്തോ വരും? സങ്കടം വരും. അപ്പോൾ നമ്മുടെ എല്ലാ സങ്കടാവസ്ഥകളും പരിശോധിച്ച് നോക്കിയോ, നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാഞ്ഞതിൻ്റെ പേരിലാണ് സങ്കടങ്ങളൊക്കെ നമ്മളെ അലട്ടിയിട്ടുള്ളത്. ഏത് സങ്കടം വേണേലും നോക്കിയോ, മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, തോന്നിയാസം പോയാൽ നമുക്ക് സങ്കടമാണ്. കാരണം നമ്മുടെ ഇഷ്ടം എന്താണ്? നമ്മൾ പറയുന്ന അനുസരിച്ച് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിൽ മക്കൾ പോകണം, അതനുസരിച്ചില്ലെങ്കിൽ നമുക്ക് സങ്കടമാണ്. ഭാര്യ ഞാൻ പറയുന്ന അനുസരിച്ചില്ല, എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്തില്ല, അപ്പോൾ എനിക്ക് സങ്കടമാണ്. അപ്പോൾ ഞാൻ എന്താ ഇഷ്ടപ്പെട്ടത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, അതിന് ഭാര്യ വന്നില്ല, ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം ഭർത്താവ് അനുസരിക്കുന്നില്ല. അപ്പം ഭാര്യ ഏത് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടത്? ഭാര്യയുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏത് സങ്കടങ്ങളുടെയും ബേസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സങ്കടങ്ങളെല്ലാം കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ഈ സങ്കടങ്ങളൊക്കെ വരേണ്ടി വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയാലോ? ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് നേരിട്ട് തന്നെ പറയുന്നു, നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീൻ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടാൽ, എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിച്ചാൽ നിങ്ങൾ സന്തോഷിപ്പീൻ. അതാ ദൈവ ഇഷ്ടം. അപ്പോൾ ഉപദ്രവങ്ങൾ ദൈവം ഇഷ്ടത്താൽ സംഭവിക്കുന്നതാണ്, നഷ്ടങ്ങൾ ദൈവ ഇഷ്ടത്താൽ സംഭവിക്കുന്നതാണ്, ദൈവനാമം നിമിത്തമാണ്, നീതി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ്. നീതി പ്രവർത്തിച്ചാൽ ഇതൊക്കെ സംഭവിക്കും. പച്ച മരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്ക മരത്തോട് എത്രയും അധികമെന്ന് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിനോട് അവർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയല്ലേ? അപ്പോൾ പാളയത്തിന് പുറത്ത് നാം അവനോടുകൂടെ
കഷ്ടം സഹിക്കുക. യേശുവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്തത് തന്നെ യേശുവിൻ്റെ ഇഷ്ടങ്ങളെ ചെയ്തുകൊണ്ട് യേശു അനുഭവിച്ച കഷ്ടങ്ങൾ നമ്മുടെ ശരീരത്തിൽ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? യേശുവിൻ്റെ ഇഷ്ടങ്ങൾ പൂരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കഷ്ടങ്ങളിൽ നമുക്ക് പ്രതിഫലം വർദ്ധിക്കും. യേശുവിൻ്റെ ഇഷ്ടങ്ങൾ തന്നെ ആയിരിക്കണം. യേശുവിൻ്റെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഇഷ്ടങ്ങളൊന്നും അല്ല കേട്ടോ. പണ്ട് ഞങ്ങളുടെ മമ്മി പറയുമായിരുന്നു, എനിക്ക് മണർകാട്ടെ അമ്മയെ ഭയങ്കര വിശ്വാസമാണ്, മാതാവിലുള്ള എൻ്റെ വിശ്വാസം അചഞ്ചലമാണ്. ഞാൻ ചോദിച്ചു, മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്, മാതാവ് പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ അനുസരിക്കുന്നുണ്ട്. എന്താണ് മാതാവ് പറഞ്ഞ അനുസരിച്ചത്? മാതാവ് പറഞ്ഞോ ഞാൻ എല്ലാ വർഷവും 8 നോയമ്പ് നോക്കുള്ളൂ. ഞാൻ ചോദിച്ചു, മാതാവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ 8 നോയമ്പ് നോക്കാൻ? ഇല്ലല്ലേ. ഇത് ഞാൻ അമ്മയുടെ ഒരു ഉദാഹരണം. ഇത് പലപ്പോഴും നമുക്കും ഈ കുഴപ്പമുണ്ട്. കർത്താവ് പറയാത്ത പല കാര്യങ്ങളും കർത്താവിന് ഇഷ്ടമുള്ളതാണെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചിട്ട് നമ്മളതങ്ങ് ചെയ്തിട്ട് സ്വയസംതൃപ്തിയിൽ നടക്കുക. വാസ്തവത്തിൽ അതൊന്നും അല്ല കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് പരിശോധിക്കാൻ താല്പര്യമുള്ളവൻ പരിശോധിക്കേണ്ട ഇടം തിരുവെഴുത്താണ്, അല്ലാതെ ആരുടെയെങ്കിലും പ്രസംഗങ്ങളല്ല. അല്ല, പ്രസംഗങ്ങൾ കേട്ടോളൂ, പക്ഷേ ആ പ്രസംഗം തിരുവെഴുത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. തിരുവെഴുത്തിലുള്ളത് തന്നെയാണോ യവൻ പ്രസംഗിക്കുന്നതെന്ന് നോക്കണം. യവൻ പറയുന്ന ആശയം തിരുവെഴുത്തിൻ പ്രകാരം പരിശോധിച്ചുറപ്പിക്കണം. എന്നിട്ട് വേണം തീരുമാനിക്കാൻ. അതാണ് കർത്താവിൻ്റെ ഇഷ്ടം. തിരുവെഴുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിന് ഇഷ്ടമായ കാര്യം, കർത്താവിൻ്റെ നാമം നിമിത്തം നിങ്ങൾ ഉപദ്രവം സഹിക്കുന്നത് കർത്താവിന് സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിൻ്റെ നാമത്തിലാണ് നിങ്ങളത് സഹിച്ചത്. നിങ്ങൾ നീതി ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഉപദ്രവം സഹിച്ചത്, തിന്മ ചെയ്തിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്ത് ചെയ്യും? പ്രതിഫലം വർദ്ധിപ്പിക്കും, കർത്താവിൻ്റെ നാമം നിമിത്തം. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഉത്തമ സമ്പത്തുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഭൂമിയിലെ നഷ്ടങ്ങളെ സഹിച്ചുകൂടാത്തത്? ഈ ഭൂമിയിലെ വസ്തുവകകളെ നിങ്ങൾ ഛേദമെന്നുണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം നഷ്ടമായി പോകുന്നത്. ഇന്ന് കാണുന്നു, നാളെ ഇല്ലാതാകുന്നു. ഇത് രാവിലെ തന്നെ വന്നപ്പം സൗകര്യയുടെ വാക്ക് കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നി. ജ്യേഷ്ഠത്തിക്ക് തലയ്ക്കകത്ത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ബയോപ്സിക്ക് അയച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്നുള്ള സൂചന കേൾക്കുന്നു. ആ വീട്ടിലുള്ളവർക്ക് എന്ത് നിരാശയായിരിക്കും. കേട്ടപ്പോൾ നമുക്കൊരു പ്രയാസം. തലയ്ക്കകത്തൊക്കെ ക്യാൻസർ വന്ന് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും, അത് യാതൊരു സംശയമുള്ള കാര്യമല്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഏറെ വർഷങ്ങൾ ജീവിച്ചിരിക്കണമെന്ന സൗകര്യം ജീവിച്ചിരിക്കണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും എന്ത് ചെയ്യുക, കയറി കൂടിയിരിക്കുക. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതറിയുന്നത് ഒരു സാധാരണ മനുഷ്യനാണേ അവൻ്റെ സാമ്പത്തിക ചെലവൊന്ന് ആലോചിച്ചേ, എന്തെല്ലാം ഭാരങ്ങൾ, എന്തെല്ലാം ടെൻഷൻ. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഇതിനെ നിങ്ങൾ എത്ര പുഷ്ടിയുള്ള ഭക്ഷണം കഴിച്ച് സൂചിപ്പിച്ച് നിർത്തിയാലും ശരി, ഒരു നാൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമില്ലാത്ത ഈ ലോകത്തിൻ്റെ സമൃദ്ധിയിലും സമ്പത്തിലുമല്ല നീ സന്തോഷിക്കേണ്ടത്. കള്ളനും പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കൂ എന്ന് കർത്താവ് പറഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ, ആ സ്വർഗത്തിലെ നിക്ഷേപങ്ങളിൽ ഉറപ്പുള്ളവനാണെങ്കിൽ സ്വർഗത്തിലെ ഉത്തമ സമ്പത്ത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്? എൻ്റെ നാമനിമിത്തം നിങ്ങൾ ഉപദ്രവം സഹിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്ത് ചെയ്യും? പ്രതിഫലം വർദ്ധിക്കും. അപ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അങ്ങനെ പ്രതിഫലം വർദ്ധിപ്പിച്ച് കർത്താവിൻ്റെ നാമനിമിത്തം നിന്ന സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളുടെ സ്വത്തുക്കൾ ഇവിടെ ഒരു കൂട്ടർ മോട്ടിച്ചുകൊണ്ട് പോവുക. അപ്പോഴും അവർക്ക് സങ്കടമൊന്നുമില്ല, ഉപദ്രവം സഹിക്കുന്നു. കൂടാതെ വിരയ്ക്ക് തീ പിടിക്കുമ്പം വാഴ വെട്ടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു വശത്ത് ഇവരെ ഉപദ്രവിക്കുന്നു, അപ്പം തന്നെ ഇവരുടെ വീട് കൊള്ളയടിക്കുകയും ചെയ്യുക, ഇവർക്കുള്ള മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോവുക. അപ്പോഴും അവർ ഭയങ്കര സന്തോഷത്തില്ല. കാരണം കർത്താവിൻ്റെ നാമത്തിൽ ഇവർ നിന്ന് സഹിക്കുമ്പോൾ ഇവർക്കൊരു കാര്യത്തിൽ ഉറപ്പായി, എന്താണ്? സ്വർഗത്തിൽ ഞങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചിരിക്കും. സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിക്ഷേപം ഉള്ളതുകൊണ്ട് ഈ ഭൂമിയിലെ നിക്ഷേപം വല്ലവരും മോട്ടിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് വലിയ വിഷയമൊന്നും അല്ല, സന്തോഷത്തോടെ ഞങ്ങളതങ്ങ് സഹിക്കും. നമുക്കത് പറ്റുന്നുണ്ടോ? നമ്മളെ ആരെങ്കിലും 5 രൂപ കളിപ്പിച്ചാൽ, അവിടെ ഞാൻ വേണം നിനക്ക് 100 രൂപ ചുമ്മാ തരാം, പക്ഷേ 5 രൂപ എന്നെ കളിപ്പിച്ച് നീ അങ്ങനെ മിടുക്കനാകാൻ നോക്കണ്ട. അവിടെ നമ്മൾ നമ്മുടെ വീരസ്യം കാണിക്കാൻ ശ്രമിക്കുന്നത്. കളിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ കളിപ്പീര് നമ്മൾ ഒട്ടും സഹിക്കത്തില്ല. നമ്മൾ ഒരാൾ പോലും 1 രൂപ നമ്മളെ അപഹരിച്ചാൽ നമ്മൾ സഹിക്കത്തില്ല. ഇപ്പോൾ കടയിൽ പോയി സാധനം മേടിച്ചു, തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓർത്ത് 10 രൂപ അയാൾ തരാനുണ്ട്, അയാൾ ബാക്കി തന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി പിടിച്ച് നേരെ പോവുക, 75 രൂപ മുടക്കി 10 രൂപയ്ക്ക് വേണ്ടി. ഇതൊക്കെയാണ് നമ്മുടെ രീതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരിക്കലും സഹിക്കാൻ തയ്യാറല്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തോടുമുള്ള നമ്മുടെ മനോഭാവം ഈ പറയുന്ന കണ്ണിന് കാണുന്ന ഇമ്പം എന്ന് തോന്നുന്ന ഈ കാണുന്ന സകലതും അടുത്ത നിമിഷം ഇല്ലാതാകുന്ന, നശിച്ചു പോകുന്ന താൽക്കാലിക കാര്യങ്ങളാണ്. ഇയ്യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാനിവിടുന്ന് പോകുമ്പോഴെന്ത് ചെയ്യും? നഗ്നനായി തന്നെ പോകും. എനിക്ക് ഈ ഭൂമിയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് യഹോവ തന്നതല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല. യഹോവ തന്നത്
കയ്യിൽ നിന്ന് പോയെങ്കിൽ യഹോവയെ അറിയാതെ പോകത്തുമില്ല. എന്നെ ഒരുത്തൻ 10 രൂപ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അറിയാതെ കളിപ്പിക്കുമോ? കാരണം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ആരാ? ദൈവമല്ലേ. സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളൊക്കെ എടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നത്. അപ്പോൾ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കാനുള്ള ദൈവം ഇപ്പോഴും ഇല്ലേ? നിങ്ങൾ ഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ദൈവമില്ലേ? ദൂതന്മാരില്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു ഈർക്കലി മോട്ടിക്കണം എന്നുണ്ടെങ്കിൽ മോട്ടിക്കുന്നത് കണ്ടുപിടിക്കാൻ CCTV ഒന്നും ആവശ്യമില്ലുണ്ടോ? ആര് കാണുന്നുണ്ടെല്ലാം? സ്വർഗത്തിലെ ദൈവം കാണും. അപ്പോൾ ദൈവം അറിയാതാണോ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുള്ളത്? നമ്മുടെ ഏതെങ്കിലും വസ്തുവകകൾ ആരെങ്കിലും ഓട്ടിച്ചുകൊണ്ട് പോയാൽ നമ്മളെ കളിപ്പിക്കാൻ ഒരുത്തൻ മനസ്സിൽ പ്ലാനിട്ടാൽ, നമ്മളെ ഉപദ്രവിക്കാൻ മനസ്സിൽ പ്ലാനിട്ടാൽ, നമ്മളെ ചതിക്കാൻ മനസ്സിൽ പ്ലാനിട്ടാൽ, നമ്മളെ വഞ്ചിക്കാൻ മനസ്സിൽ പ്ലാനിട്ടാൽ അത് ആര് കാണുന്നുണ്ട്? അപ്പം നമ്മളെ ആരെങ്കിലും വഞ്ചിച്ചാലും ചതിച്ചാലും ഉപദ്രവിച്ചാലും അതൊക്കെ ആരറിഞ്ഞുകൊണ്ടാണ്? അപ്പോൾ കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് ഈ നടക്കുന്നതെങ്കിൽ പിന്നെന്തിനും നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ മേൽ കർത്തൃത്വമുള്ളവൻ അറിഞ്ഞും അനുവദിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. കാരണം നമ്മുടെ പല ചലനങ്ങളും നമ്മുടെ പല പെരുമാറ്റങ്ങളും നമ്മുടെ മിടുക്കുകൊണ്ടും നമ്മുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ടും നമ്മുടെ അധ്വാനം കൊണ്ടുമാണ് നടക്കുന്നതെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉബോധ മനസ്സിനെ ഭരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ ത്യജിക്കേണ്ടത്. ഞാനല്ല, എന്നെ നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. എൻ്റെ സമസ്ത കാര്യം ഞാൻ ഇവിടുന്ന് ഒരു ചുവട് അങ്ങോട്ട് വയ്ക്കണമെങ്കിൽ ദൈവം അനുവദിച്ചിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ ആരോഗ്യം കൊണ്ടോ മിടുക്കുകൊണ്ടോ എനിക്ക് അവിടെ വരെ എത്താൻ പറ്റത്തില്ല എന്ന സത്യത്തെ, യാഥാർത്ഥ്യത്തെ ഞാൻ ഉൾക്കൊള്ളുമ്പോൾ, ഞാനൊരു കച്ചവടത്തിനിറങ്ങിയാൽ, ഒരു ബിസിനസ്സിനിറങ്ങിയാൽ എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടെന്നൊന്നുമല്ല. പക്ഷേ എൻ്റെ ബുദ്ധിയും മിടുക്കും കൊണ്ടാണ് ഞാൻ ആ ലാഭം ഉണ്ടാക്കിയതെന്ന് നീ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം നിനക്ക് ആ സമയത്ത് അങ്ങനെ ബുദ്ധി പ്രവർത്തിക്കാൻ ദൈവം കൃപ തന്നതുകൊണ്ടാണ് പറ്റിയത്. എത്ര ബുദ്ധി പ്രവർത്തിച്ചാലും ചില ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നറിയാമോ? 8 നില പൊട്ടിപ്പോവും, അല്ലേ? പറ്റത്തില്ലേ? സംഭവിക്കും. ഞാനും പ്രശംസകരണമൊക്കെ ഇവിടുന്ന് കപ്പ എടുക്കാൻ പോയിട്ട് 10-200 മൂട് കപ്പയൊക്കെ ഒറ്റയടിക്ക് കൊണ്ടുവന്നിട്ട് 1-1.5 ദിവസം കൊണ്ട് അടിച്ച് തീർത്തിട്ടുണ്ട്, പടപടാൻ തീർത്തിട്ടുണ്ട്. ചില സമയത്ത് കപ്പ 25 മൂട് കപ്പ കൊണ്ടുവന്നാലും 3 ദിവസം ആയാലും തീരത്തില്ല. അപ്പം നമ്മളെ മിടുക്കാണോ? അത് വിറ്റുപോകുന്നതും ആരനുവദിച്ചിട്ടാ? അനുവദിച്ചിട്ട്. അപ്പം നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഇതെല്ലാം തമ്പുരാൻ അറിയാതല്ല, നമ്മുടെ തലയിലെ ഓരോ മുടിയും എന്ത് ചെയ്തിരിക്കുക? എണ്ണപ്പെട്ടിരിക്കുക. അപ്പം ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് ദൈവം അനുവദിക്കണം. എൻ്റെ മിടുക്ക് കൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നും അല്ല ഞാനിത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബോധ്യത്തിൽ എൻ്റെ കർത്തൃത്വം യേശുക്രിസ്തുവിലാണെന്ന് ഉറപ്പുള്ള ബോധ്യത്തോടെ ഞാൻ യാത്ര ചെയ്യുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല നഷ്ടങ്ങളും അവൻ അറിഞ്ഞു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ അത് അനുവദിച്ചിട്ടാണെങ്കിൽ ഇയ്യോബിനെ പോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഞാനും നിങ്ങളും ഉയർത്തപ്പെടുന്നതാണ്. അങ്ങനെ ഉയർത്തപ്പെടുന്നത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തിന് ഭംഗം വരാതിരിക്കുന്നത്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുകളുടെ അപകാരം സംഭവിച്ചിട്ടും നിങ്ങളുടെ സന്തോഷത്തിനൊരു കുറവും വന്നിട്ടില്ല. അങ്ങനെ എപ്പോഴും സന്തോഷിക്കുന്ന നിലവാരത്തിൽ നിങ്ങൾ ഇരുന്ന് കാണണമെന്നുള്ളതാണ് ദൈവത്തിന് ഇഷ്ടം. നിങ്ങൾ എപ്പോഴും എല്ലാത്തിനും സന്തോഷിക്കുന്നവരായിരിക്കണം. അത് കാണാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നതെന്ന് പറയാം. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:17 മുതലുള്ള വാക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവ് 70 പേരെ ഈരണ്ടായിട്ട് ഇസ്രായേൽ ഗൃഹങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരോട് ഒരു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നിങ്ങൾ വഴിയിൽ പൊക്കണമൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് ഭൂതങ്ങളും ദുരാത്മാക്കളും നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കും. നിങ്ങൾ രോഗികളെ കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സൗഖ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് 70 പേരെ പറഞ്ഞു വിട്ടു. 70 പേര് ദൗത്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം കാണുന്ന കാഴ്ചയാണ് നമ്മൾ വായിക്കുന്നത്. വായിച്ചു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞ? സന്തോഷത്തോടെ പറഞ്ഞു. ഭൂതങ്ങൾ കീഴടങ്ങുന്നത് കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? നമ്മളേറെ സന്തോഷിക്കുന്നത് ഭൂതങ്ങൾ, ദുരാത്മാക്കളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ വിട്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അടുത്ത വായിച്ചു. അവനവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വരുന്നത് ഞാൻ കണ്ടു. ഭൂതങ്ങളൊക്കെ നിങ്ങളെ വിട്ടോടി കാര്യമൊക്കെ ശരിയാ, പക്ഷെ സാത്താൻ ഇങ്ങോട്ട് വരുന്നതും ഞാൻ വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ സാത്താൻ കുടുംബ കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് നിന്റെ നേരെ വട്ടം കൂടിയാലും ശരി, അതിനെ ചവിട്ടാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുന്നു. ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. ഈ പറയുന്ന ഒരു ശക്തികൾ ഇതൊക്കെ നിന്റെ നേരെ വലിയ പരിപാടികൾ വരും, പക്ഷെ ഒന്നും നിനക്ക് ഒരു താളത്തും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. എന്നാലും ഇതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുന്നതല്ല. ഒരു പിശാചും നിങ്ങൾ പറഞ്ഞാൽ പിശാചൊക്കെ ഓടിപ്പോക്കെ ശരിയാ, ഒരു പിശാചും നിങ്ങളെ ഒന്നും ചെയ്യാനില്ല.
പക്ഷേ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ നിങ്ങളുടെ പേര് സന്തോഷിപ്പേൻ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിൽ. അപ്പം ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഭൂതം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ ഓടിപ്പോകുന്നതൊന്നുമല്ല. എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെയാ പ്രശ്നം. അതാണ് നമുക്ക് പലർക്കും ഗ്യാരണ്ടി ഇല്ലാതെ. ഭൂതങ്ങൾ വേണേ പ്രാർത്ഥിച്ച് പൊയ്ക്കോളൂ എന്ന് പിന്നെയും വിശ്വസിക്കാം. പേര് സ്വർഗത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്. അത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യാവസ്ഥ വേറെയില്ല. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലോ രോഗികൾ സൗഖ്യമാകുന്നതിലോ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തിലെല്ലാം ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. അതിലൊന്നുമല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെ ഉണ്ട് എന്നുള്ളതിൽ ഓർത്താണ് നിങ്ങൾ സന്തോഷിപ്പീൻ. അടുത്ത വായിച്ചേ. അതേ തന്നെ ആ നാഴികയിൽ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയുക, ഇതാ ഈ ശിഷ്യന്മാർക്ക് ഈ കാര്യം മനസ്സിലായി. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശു കർത്താവ് പിതാവിനെ വാഴ്ത്തുക. പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക്. ആരാ ഇവിടുത്തെ ശിശുക്കൾ? ആരാ ഈ ശിഷ്യന്മാര്? എന്തുവാ ശിശുക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്? സ്വർഗത്തിൽ പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ അനുഭവം. അത് ജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ജ്ഞാനികൾക്ക് വല്ലപ്പോഴുമേ സന്തോഷിക്കാൻ പറ്റൂ. കാര്യം, അവർ സന്തോഷിക്കുന്നത് അവരുടെ കയ്യിൽ വീര്യപ്രവൃത്തി നടക്കുന്നത് കാണുമ്പോഴാണ്, അവരുടെ കൈകളിൽ ഭൂതങ്ങൾ ഓടുന്നത് കാണുമ്പോഴാണ്, അവർ ഭൂമിയിൽ പറയുന്നൊരു കാര്യം സംഭവിക്കുന്നത് കാണുമ്പോൾ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. അതായത് അത് വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ ശിശുക്കളായവർക്ക് കാര്യം മനസ്സിലായി. അവർക്ക് എപ്പോഴും സന്തോഷിക്കാം. കാര്യം എന്നറിയാമോ? വല്ലപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾ സഫലീകൃതമാകുന്നതിലല്ല അവരുടെ സന്തോഷം, മറിച്ച് നിലവിൽ അവരുടെ പേര് സ്വർഗത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷം. പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? ഈ സത്യം, ഈ മർമ്മം ആർക്കേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ? ശിശുക്കൾ. കർത്താവ് പറഞ്ഞ വലിയ കാര്യമാണ്, ഡീപ്പായ കാര്യമാണ്. അയ്യോ, ഇതൊന്നും അല്ല സന്തോഷിക്കേണ്ടത്. സ്വർഗത്തിൽ പേരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നാളെ നിങ്ങൾ ഇവിടുന്ന് അധികം നാൾ താമസിയാതെ ഈ ലോകം വിട്ടു പോകുമ്പോൾ നിങ്ങൾ നിത്യമായി കാണേണ്ടത് എവിടെയാണ്? അവിടെ നിങ്ങളുടെ പേരുണ്ടെന്നുള്ളതാണ് നിങ്ങൾ സന്തോഷിക്കേണ്ട വക എന്ന് കർത്താവ് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞത് ആഴമേറിയ കാര്യമാണ്. പക്ഷേ ഈ ആഴമേറിയ കാര്യം, കർത്താവിൻ്റെ ആഴമേറിയ കാര്യം ജ്ഞാനികളായവർക്ക് മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഈ വലിയ ബുദ്ധിമാന്മാരൊക്കെ പറഞ്ഞു, ഇത്രയും നാളും ദൈവത്തെ സേവിച്ചിട്ട് എന്നാ കിട്ടി? നമ്മളും ഭയങ്കര അളവില്ല. നമ്മൾ കണക്ക് കൂട്ടും, നമ്മൾ ബാലൻസ് ഷീറ്റ് പരിശോധിക്കും. ഇത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്, ഇത്ര വർഷമായി കൂട്ടായ്മയിൽ പോകുന്നു, ഇത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു, എന്താ പ്രയോജനം? നമ്മൾ ബാലൻസ് ഷീറ്റ് വെച്ച് കണക്ക് കൂട്ടിയിട്ടാണ് കണക്ക് ചോദിക്കുന്നത്. ബിസിനസ്സുകാർ കണക്ക് കൂട്ടി ചോദിക്കുന്നില്ല. കപ്പ ഇട്ടു, ഇത്ര ലക്ഷം രൂപ മുടക്കി, ഇന്ന പണി ചെയ്തു, എന്നിട്ട് അവസാനം ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ നഷ്ടമാണെന്ന് കൃഷിക്കാരൻ പറയുന്നത് പോലാണ് ഇന്ന് പല വിശ്വാസികളും ദൈവത്തെ സേവിക്കുന്നത് നഷ്ടമാണെന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് പോകുന്നത്, നിരാശയിലേക്ക് പോകുന്നത്. അങ്ങനെ നഷ്ടമാണെന്നുള്ള ബോധം ഇവനെ ഭരിക്കുമ്പോഴാണ് ഇവന് സങ്കടം വരുന്നത്, കരച്ചിൽ വരുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടേണ്ട കാര്യമേ ഇല്ല. അവന് ഭൂതം പോയാലും പോയില്ലേലും ശരി, ദുരാത്മാവിൻ്റെ തലയ്ക്ക് ചവിട്ടി അവനെ തോപ്പിക്കാനും പറ്റിയാലും പറ്റിയില്ലേലും ശരി, അവൻ്റെ ഉള്ളത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിലവിൽ അവൻ്റെ പേരെവിടെ ഉണ്ടെന്നുള്ളത്. സ്വർഗത്തിൽ കിട്ടിയോ? അപ്പോൾ നമ്മളെ കൊണ്ട് വലിയ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും, നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊരു പനി പോലും പോയില്ല. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ചെയ്യാൻ കർത്താവ് സഹായിക്കും. അതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിച്ചു. പക്ഷേ ഇത് പറ്റിയില്ല എന്ന കാരണത്താൽ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാര്യം, നമ്മുടെ പേരെവിടെ ഉണ്ട്? സ്വർഗത്തിൽ. നമ്മൾ സെലക്റ്റഡ് ആണ്, നമ്മൾ സെലക്ഷൻ കഴിഞ്ഞവരാ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, നമ്മുടെ പേര് സ്വർഗത്തിൽ. ഇതിലാണ് നിങ്ങൾ, ഇത് ആർക്കെ ശരിക്കും ബോധ്യപ്പെടുത്തുള്ളൂ? ശിശുക്കളായവർക്ക്. കർത്താവ് ഇത് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കായിരിക്കും? അങ്ങനെയാണെങ്കിൽ എപ്പോഴും സന്തോഷിക്കുന്നവരാരായിരിക്കും? ഈ ശിശുക്കളായിരിക്കും, അല്ലേ? ജ്ഞാനികൾക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയത്തില്ല, ശിശുക്കളായിരിക്കും എപ്പോഴും സന്തോഷിക്കുക. ഓക്കെ, നമുക്കൊരു വാക്യം കൂടി നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ അപ്പോസ്തലൻ സ്വയം പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ
മതി, അത് മനസ്സിലായോ? പൗലോസ് പറയുക, ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവിലാണ്, കർത്താവിൻ്റെ ആത്മാവിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ദുഃഖിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? സന്തോഷിക്കുന്നവർ. ആ ദുഃഖിക്കുന്നവരെങ്കിലും സന്തോഷിക്കുക. അതെന്നെ പരിപാടിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ശിശുക്കൾക്ക് മനസ്സിലാവും. ദുഃഖകരമായ വേദനാപരമായ വിഷയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ഉള്ളത്തിൽ എന്താ ഉള്ളതെന്ന് സന്തോഷമാണ്. ദുഃഖിക്കുന്നവരെങ്കിലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല, ദുഃഖിക്കുന്നവരെങ്കിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. പലവിധമായ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും, പലരും ഞങ്ങളെ ചതിച്ചതും പരിഹസിച്ചതും നന്ദികേട് കാണിച്ചതും ഉപദ്രവിച്ചതും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കാത്ത പല തിന്മകളും കഷ്ടങ്ങളും ഒക്കെ ഞങ്ങളുടെ നേരെ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വരുമ്പോൾ ഞങ്ങൾ ഉടനെ ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? സന്തോഷിക്കുക. അടുത്ത വാക്ക് പറയാ, ദരിദ്രരാണ് ഞങ്ങൾ, പക്ഷേ പലരെയും സമ്പന്നരാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ സന്തോഷം. നമുക്കില്ലെങ്കിലും അവനെ സമ്പന്നനാക്കാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് ഓർത്ത് അത് വലിയൊരു സന്തോഷമല്ലേ. എനിക്ക് വീട്ടിൽ ഇന്ന് കഴിക്കാൻ ആഹാരമില്ല, പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത്തിരി ആഹാരം അവന് കൊടുത്തതുകൊണ്ട് അവൻ ആരോഗ്യമുള്ളവനായി സന്തോഷമായി തുള്ളിച്ചാടി നടക്കുന്നത് കാണാൻ എനിക്ക് പറ്റി. അവിടെ ഞാൻ എന്ത് ചെയ്യും? ഏറെ സന്തോഷിക്കും. അപ്പം ഞാൻ ദരിദ്രനെങ്കിലും മറ്റൊരുത്തിനെ സമ്പന്നനാക്കാൻ തക്കവണ്ണമുള്ള ജീവിതമാണ് നയിക്കുന്നത്. നമ്മളാണെങ്കിലോ, നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കാറ്റ് നമുക്ക് നേരെ അടിച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സമ്പന്നനാക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പോയിട്ട് ഒരല്പം സമാധാനത്തോടെ ഇരിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ഇവിടെ ഇവർ സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് മാത്രമല്ല, ഇവർ ദാരിദ്ര്യത്തിലാണെങ്കിലും ഇവർ മറ്റുള്ളവരെ എന്ത് ചെയ്യുക? സമ്പന്നരാക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രത്യേകത. അതാണ് ദൈവ ഇഷ്ടങ്ങൾ. നിങ്ങൾ ദരിദ്രനാണെങ്കിലും മറ്റുള്ളവർ. നമ്മുടെ കർത്താവ് സമ്പന്നനല്ലേ, സകലത്തിൻ്റെയും അധിപതിയല്ലേ, പക്ഷേ അവൻ ആരായി മാറി? ദരിദ്രനായി മാറി. എന്തിനാ ദരിദ്രനായി തീർന്നേ? നമ്മളെ സമ്പന്നനാക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ആയിട്ടുണ്ടോ? മറ്റൊരാളെ സമ്പന്നനാക്കാൻ വേണ്ടി നിങ്ങൾ ദരിദ്രരായി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മളെ പണി നീ പുറമോട്ട് മാറും. അവനെ സഹായിക്കാൻ പോയിട്ട് അവസാനം ഞാൻ പെട്ടുപോകുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ നൈസായിട്ടേക്ക് മാറും. നമ്മുടെ പോക്കറ്റ് കീറുന്ന പരിപാടിയാണെങ്കിൽ അവനെ സഹായിക്കുന്ന പരിപാടിക്ക് നമ്മൾ പോകത്തില്ല. അതാണ് നമ്മുടെ നേച്ചർ. പക്ഷേ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. അവൻ്റെ പോക്കറ്റിലുള്ളത് മുഴുവൻ കളഞ്ഞെന്ന് മാത്രമല്ല, അവൻ്റെ വസ്ത്രം പോലും നഷ്ടപ്പെട്ടിട്ടും അവൻ ദരിദ്രനായി മാറി. എന്തിനു വേണ്ടി? കർത്താവ് നമ്മളെ സമ്പന്നരാക്കേണ്ടത്. അപ്പം ഈ ഒരു ലെവലായിരിക്കും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുക. അവൻ എപ്പോഴും സന്തോഷിക്കുന്നവനായിരിക്കും. അതുതന്നെയാണ് ദൈവം അവനെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും. അടുത്ത വാക്യം നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവിൽ എപ്പോഴും പൗലോസ് അവിടെയും പറയാ, എപ്പോഴും 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 സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയാ. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. അപ്പം നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ എപ്പോഴും ഈ സംഗതി കാണണം. മനസ്സിലായോ? വിശ്വാസികളായ നിങ്ങൾ, ക്രിസ്തു ശിഷ്യരായ നിങ്ങൾ, കർത്താവിനാൽ നയിക്കപ്പെടുന്ന നിങ്ങളെ നോക്കിയിട്ട് ഒരു കാരണവശാലും ഒരുത്തരും പറയരുത്, അവരുടെ മുഖത്ത് എന്നും ദുഃഖമാണ്, അവരുടെ മുഖത്ത് എപ്പോഴും നിരാശ. ഇങ്ങനെ ഒരു കാരണവശാലും ചില ആളുകളെ കാണുമ്പോൾ പറയത്തില്ലേ, അപ്പോൾ ആ സഹോദരിയുടെ മുഖത്തോട്ട് നോക്കി എപ്പോഴും അങ്ങ് നിരാശയാണ്. എന്നാൽ വേറെ ചിലരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി എപ്പോഴും ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ഇതായിരിക്കട്ടെ നിങ്ങളെക്കുറിച്ച് സംഭവിക്കേണ്ടത്. ആര് കണ്ടാലും നിങ്ങളെപ്പറ്റി എന്ത് പറയണം? നിങ്ങൾ സന്തോഷമുള്ളവരാണ്, എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. അത് ദുഃഖിക്കുന്ന അനുഭവം ഉണ്ടായാലും നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം വരും. കാരണം തിരുവഴുത്ത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ 4:4 എന്താ വായിച്ച്? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും കേട്ടോ. ഈ സൗമ്യത എപ്പോഴാണ് അറിയേണ്ടതെന്ന് അറിയാവോ? വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കും. നമ്മുടെ സൗമ്യത നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സൗമ്യത നഷ്ടപ്പെടുന്നത്. അപ്പോൾ സൗമ്യത എല്ലാവരും അറിയണമെങ്കിൽ അവർ സൗമ്യനാണെന്ന് എപ്പോഴാണ് പറയുന്നതെന്ന് അറിയാമോ? സൗമ്യത നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ സൗമ്യത വെളിപ്പെട്ട് കാണുമ്പോഴാണ് അവർ പറയേണ്ടത്. എന്ത് പറയേണ്ടത്? അവൻ സൗമ്യനാണ് അല്ലേ? ചില ആളുകൾ ഇവിടെ വരുമ്പം ചോദിക്കും, ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണോ? അല്ല, വെള്ളം കയറുന്ന സ്ഥലമല്ല ഇതെന്ന് ഞാൻ എപ്പോഴാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? വെള്ളം പൊങ്ങുമ്പോഴാണ് വെള്ളം കയറുന്ന സ്ഥലമല്ലെന്ന് മനസ്സിലാകുന്നല്ലേ? അല്ല, പറ്റുമോ? അപ്പോൾ അവർ ചോദിച്ചതും അതിൻ്റെ അർത്ഥം അതാ. വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെ കയറുമോ എന്നാണ് ചോദിച്ചത്. വെള്ളം പൊങ്ങുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചു. ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണോ എന്ന് ഒരുത്തൻ ചോദിച്ചാൽ നമ്മൾ അവരോട് 2018 വെള്ളം പോലും ഇവിടെ കയറിയില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന അവിടെയാണ്. നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞത് എപ്പോഴാണ് അറിയേണ്ടത്? സൗമ്യത നഷ്ടപ്പെടുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ
ശക്തമായി വെളിപ്പെടുന്ന സമയത്താണ് നിങ്ങളിൽ എന്ത് വെളിപ്പെടേണ്ടത്? സൗമ്യത നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സത്യം വെളിപ്പെടേണ്ടത്. അപ്പം നിങ്ങൾ ആ സത്യം നിങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കുന്നവരായിരിക്കണം. അത് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും സൗമ്യത ആരൊക്കെ അറിയട്ടെ? സകല മനുഷ്യരും. ഞായറാഴ്ച ദിവസം സഭായോഗത്തിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ വിശ്വാസികൾ അറിയുന്ന പരിപാടിയേ ഉള്ളൂ, നാട്ടുകാർക്ക് ഒരു അറിവുമില്ല. പല കൂട്ടായ്മകളിലും ചെന്ന് വിശ്വാസികളായിട്ടുള്ള സഹോദരിമാർ കൂട്ടായ്മകളിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് പറയുന്നത് അവരെന്നോട് അങ്ങനെ ചെയ്തു, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ വളരെ സൗമ്യനായിട്ടിരുന്നു, സൗമ്യത എടുത്തു. പക്ഷേ അയലോക്കക്കാരോട് അങ്ങനെ സംഭവം ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. മനസ്സിലായോ? അത് സംഭവിക്കാതിരിക്കാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ആരറിയണം? സകല വിശ്വാസികളല്ല അറിയേണ്ടത്, സകല മനുഷ്യരും. നമുക്ക് സൗമ്യതയുള്ളവരാണെന്ന് ആരായിരിക്കണം ഏറ്റവും കൂടുതൽ അറിയുക? ആരാണോ നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്നവർ. നമ്മുടെ വീട്ടിലുള്ളവർ സാക്ഷ്യം പറയട്ടെ, ഞാൻ സൗമ്യനാണോ അല്ലയോ എന്നുള്ളത് പറയേണ്ടത് എൻ്റെ ഭാര്യ എൻ്റെ മക്കളുമാണ്, അല്ലേ? ചർച്ച ചെന്നു ചില ഭാഷന്മാർ, ഇപ്പം ഞാനാണേലും എനിക്കറിയത്തില്ല, ഇവിടെ നിന്ന് വലിയ പ്രസംഗം നേരാ എന്തായാലും സംഭവിക്കുമ്പോൾ പുള്ളിയുടെ സൗമ്യതയൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാൽ എൻ്റെ ഭാര്യ മനസ്സിൽ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ഇവിടെ ഇരുന്ന് എല്ലാവരും കേൾക്കാൻ നമ്മളെ പറഞ്ഞ് നാണക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും പറയാതിരിക്കുന്നത്. പക്ഷെ മനസ്സിലെന്താ പറയും? ഇങ്ങനൊരു സൗന്ദര്യത്തിൻ്റെ സൗമ്യതയുടെ അളവൊക്കെ എനിക്കറിയാം, ഇത്ര നിങ്ങളുടെ സൗമ്യത എന്നൊക്കെ നമുക്കറിയാം. പിള്ളേർ പറയും ആണ്ടൊക്കെ പറയും. അപ്പോൾ ഈ സൗമ്യത എവിടെ അറിയേണ്ടത്? സൗമ്യത അവനവൻ്റെ വീട്ടിലറിയണം. അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവ് എന്ത് വിഷയം ഉണ്ടായാലും സൗമ്യതയോടെ ആ വിഷയത്തിൽ ഇടപെടാൻ എന്നെ പ്രാപ്തനാക്കണം. നോർമലി മനുഷ്യർക്ക് അസാധ്യമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഇത് അസാധ്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് എന്ന് തെളിയപ്പെടുന്നത്. കാരണം ആത്മാവിൻ്റെ ശക്തിയാൽ അല്ലാതെ ഇതിന് കഴിയത്തില്ല സൗമ്യതയോടെ നിൽപ്പാൻ. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാട് പോലെ നിന്നു യേശുക്രിസ്തു. എവിടെ? പീലാത്തോസിൻ്റെയും തൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആ ദേശവാസികളുടെയും ഒക്കെ ആക്ഷേപങ്ങളുടെയും പരിഹാസങ്ങളുടെയും മുമ്പിൽ ഒരു വാക്ക് ഉച്ചരിക്കാതെ സൗമ്യനായി നിന്നു. എൻ്റെ സൗമ്യത എന്നോട് പഠിപ്പി എന്നൊക്കെയല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്ന പൗലോസ് ഇത് തന്നെ പറയുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷിപ്പിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഇനി നമ്മുടെ വീട്ടിലുള്ളവർ, ചില സഹോദരിമാരെ എനിക്കറിയാം, ഭർത്താക്കന്മാർ വീട്ടിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്. എന്നാലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം ആ ഭാര്യ ഭർത്താവിനെ പറ്റി ഒരു ചെറിയ കുറ്റം പോലും പറയത്തില്ല. അയ്യോ പാവമാണെന്ന് പറയുന്നത്. അങ്ങനെ കള്ളും കുടിച്ച് ഒരു വെളിവും ബോധവും ഇല്ലാതെ അകത്തെ മുറിക്കകത്ത് കിടന്നുറങ്ങിയാലും ഭാര്യ എന്ത് ചെയ്തില്ല? പറയത്തില്ല. ഭർത്താവ് വെള്ളം അടിച്ചിരിക്കുകയെന്ന് പറയത്തില്ല. ഭർത്താവ് കോപിഷ്ടം. എന്നാൽ ചില ഭാര്യമാരോ ഭർത്താവ് മനസ്സിൽ കാണാത്ത കാര്യങ്ങൾ വരെ ഇവർ ഊഹിച്ചെടുത്തിട്ട് അയൽവക്കക്കാരോട് മുഴുവൻ പറയും, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാമോ, അയ്യോ അയാൾ നിങ്ങളൊന്ന് നിങ്ങൾ ആരും ഒന്നും ഇല്ലാത്തപ്പോൾ ഒന്ന് വന്ന് നോക്കണം, അയാൾ എന്നോട് കാണിക്കുന്ന ദ്രോഹങ്ങളൊക്കെ എത്ര കാലമായി ഞാനിത് സഹിക്കുന്നതെന്നറിയാവോ. ഏതാണ്ട് ഒരു 90% ഭാര്യമാരും ഭർത്താക്കന്മാരുടെ സകല നെഗറ്റീവ്സും അവരുടെ മനസ്സിൽ വരുന്നതും അവരനുഭവിക്കുന്നതും അതിൻ്റെ കൂടി ചില കൂട്ടിയും ഒക്കെ പരമാവധി ആളുകളോട് പറഞ്ഞു നടക്കും. എന്നാൽ ചുരുക്കം ചില സഹോദരിമാരുണ്ട്, അവരെന്ത് ചെയ്യുന്നറിയാമോ, അവരെത്ര അനുഭവിച്ചാലും ഭർത്താവിൻ്റെ കുറ്റം എന്ത് ചെയ്തില്ല, പുറത്ത് പറയത്തില്ല. പിള്ളേരും അങ്ങനെ. ഈ ഭാര്യമാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, ഭർത്താവിൻ്റെ കുറ്റം വിളിച്ചു പറഞ്ഞാലും മക്കളുടെ കുറ്റം പറയാത്ത ഭാര്യമാരുണ്ട്, അമ്മമാരുണ്ട്. മക്കൾ ഇനി കഴഞ്ഞിന് വെളിയില്ലാതെ കയറി വന്നാലും എൻ്റെ മോനോ അയ്യോ അവൻ പാവാ എന്ന് പറയുന്ന അമ്മമാരുണ്ട്. എന്തോ അവൻ്റെ പേര് ഇർഫാനോ, തിരുവനന്തപുരത്ത് എങ്ങാണ്ട് അമ്മയും ശരിയാക്കിയിട്ട് സഹോദരങ്ങളെല്ലാം കൊന്നിട്ട് അവൻ്റെ അമ്മ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവൻ്റെ അമ്മ ഇപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങൾക്കൊരു പരാതിയില്ല, എൻ്റെ മോൻ അങ്ങനെ ചെയ്തിരുന്നു. അവരെ അവൻ അടിച്ച് ചത്തുപോയെന്ന് പറഞ്ഞ് ഇട്ടച്ചു പോയതാണ്. എന്നിട്ട് ആ അമ്മ അവനെ ന്യായീകരിക്കുന്നു, അല്ലേ? സ്നേഹം കൊണ്ടായിരിക്കാം, ആട്ടെ. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ സൗമ്യതയുടെ സാക്ഷികളായി മാറട്ടെ. ഇനി വീട്ടിലുള്ളവർ അത് മറച്ചു വെച്ചാലും അയൽവാസികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി മറച്ചു വെച്ചിട്ട് വലിയ നല്ലമുള്ള ചമഞ്ഞാലും അയൽവക്കക്കാർ പറയാ നല്ലതാ, രാത്രി ഒരു 8-8:30 ആകുമ്പോൾ അങ്ങോട്ട് ചെല്ലണം ആ വീട്ടിലെ കളി കാണണമെങ്കിൽ. ഭർത്താവും ഭാര്യയും തമ്മിൽ ഉടക്കുന്നതൊക്കെ ഞങ്ങൾ വിടുന്നുണ്ട്. ഒരു 90% വിശ്വാസികളുടെ അഭിഷിക്തന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെ അയൽവാസികളുടെ കമൻറ്റുകൾ ഇങ്ങനെയാണ്. എൻ്റെ സഹോദര, നിങ്ങൾക്ക് അറിയത്തില്ല, രാവിലെ അങ്ങോട്ടൊന്ന് ചെല്ലണം അല്ലെങ്കിൽ വൈകിട്ട് അങ്ങോട്ട് ചെല്ലണം, പാത്രമൊക്കെ എടുത്ത് എറിയുന്ന ഏറ് കാണണമെങ്കിൽ ഉണ്ടെന്ന് ഞാനങ്ങനെ ഒത്തിരി പേരുടെ കേട്ടിട്ടുണ്ട്. നമ്മൾ വലിയ നല്ല ആത്മീയ ഗുരുവാണെന്ന് ഹൃദയത്തിൽ വിചാരിച്ചിരിക്കുന്ന പലരെക്കുറിച്ചും അയൽവാസികൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞെട്ടൽ വന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ കാര്യം നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യ നിങ്ങൾ ആരും കാണാതെ ഹൃദയം എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ, ആ ന്യായം ഇവിടെ ഇറക്കണ്ട. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും എല്ലാ മനുഷ്യരും അറിയണം. എന്നിട്ട് അടുത്തത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതേ, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കർത്താവെ സൗമ്യനാകണം, നിന്ന സഹിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളിൽ പെട്ടതല്ലേ? കാരണം ഇതല്ലയോ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ആവശ്യം എന്തായി? എൻ്റെ ആവശ്യം എനിക്കിപ്പോൾ നാളത്തെ അരിയും മുളകും ഒന്നുമല്ല, അതൊക്കെ കർത്താവിക്ക് തന്നോളൂ. ഇനി അത് ഇല്ലാലും വേണ്ടുകയല്ല. എനിക്ക് അടിയന്തരമായി വേണ്ടത് എന്താണെന്നറിയാമോ? നിന്ന സഹിക്കുമ്പോഴും സന്തോഷിക്കുവാൻ, ഉപദ്രവം സഹിക്കുമ്പോഴും സന്തോഷിക്കുവാൻ, ഞാൻ ദരിദ്രനായാലും മറ്റൊരുത്തിനെ സമ്പന്നനാക്കുവാൻ പ്രാപ്തനാകേണ്ടത്. കർത്താവെ, ഈ പറയപ്പെട്ട ഗുണഗണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് നിവർത്തിക്കണം. എപ്പോഴും സന്തോഷിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കണം. അങ്ങനെ അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ പൂരിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ശക്തി എൻ്റെ പേരില്ല, പലപ്പോഴും സൗമ്യനാകാൻ എനിക്ക് പറ്റുന്നില്ല, അതിനെന്നെ സഹായിക്കണമേ എന്നതാ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആവശ്യം. ആ ആവശ്യത്തെ നമുക്കിനി എന്ത് ചെയ്യാം? സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാം. ഒന്നിനെക്കുറിച്ചും വേറെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തോളും. ഇനി അടുത്തത് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് ഈ പ്രാർത്ഥനാ വിഷയമാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? രാവിലെ കിടക്കപ്പായ എണ്ണീറ്റാൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കുക, പിന്നെ അതിനുശേഷം അത്യാവശ്യമാകുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, വീണ്ടും വന്നിരുന്ന് പ്രാർത്ഥിക്കുക, പിന്നെ ഒന്ന് നിവർന്ന് വെച്ച് വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇടവിടാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കഞ്ഞി ആര് വയ്ക്കും? പണിക്കാർ പോവും. ജൈനമസൗരി പറയും ഞാൻ ഇനി മുതൽ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പോകും. രാവിലെ എണ്ണീറ്റപ്പം പോലെ പ്രാർത്ഥനയാണ്, അയ്യോളം പ്രാർത്ഥന. അന്നത്തെ ദിവസം അടുപ്പ് കത്തിക്കാൻ നേരമില്ല. കാരണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ? ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രസന്ന സഹോദരൻ കുറേ നേരമൊക്കെ നോക്കിയിരുന്നു, ഇവിടെ കഞ്ഞിയും വയ്ക്കുന്നതിൻ്റെ കറിയും വയ്ക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ സഹോദരൻ ഒരു തീരുമാനം എടുത്തു, സൗമ്യനാണല്ലോ, ചൂടാകാൻ പറ്റുകയല്ലോ. എന്നാൽ പിന്നെ അടി കുഞ്ഞാൽ ഞാനും എന്ത് ചെയ്യാൻ പോവാ? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പോയി. ഇപ്പുറത്തെ സഹോദരനും ഇന്ന് പ്രാർത്ഥിക്കാൻ എന്ന് തുടങ്ങി. പണിക്ക് പോകുന്നില്ലെന്ന്, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പോവാത്. എന്തായിരിക്കും വീട്ടിലെ സ്ഥിതി? അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? എവിടെയെങ്കിലും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമോ? ഒന്നുമല്ല. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും കർത്താവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയുടെ ഹൃദയവുമായി ആശയവിനിമയം നടത്തുന്ന, ആവശ്യങ്ങൾ ബന്ധപ്പെടുന്ന, അല്ലേ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതാണ്. അതിന് നമുക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യാൻ പറ്റും, പറ്റത്തില്ലേ? ജോലി ചെയ്യുമ്പോഴും പറ്റും, കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറ്റും, ഏത് സമയത്തും പറ്റും. അങ്ങനെയാണ് പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, അത് ദൈവത്തിനേറെ. അപ്പം നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല സമയങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ആരുമായിട്ടായിരിക്കണം ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടത്? ദൈവവുമായിട്ടായിരിക്കണം ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം മറ്റ് ജോലി ചെയ്യേണ്ടെന്നോ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടെന്നോ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടെന്നൊന്നും അല്ല. അതൊക്കെ ചെയ്തോണം, അതൊക്കെ ചെയ്യാനുള്ള കൃപയും ദൈവം തരും. പക്ഷേ എപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ദൈവവുമായുള്ള റിലേഷൻഷിപ്പ് നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായി നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് കിടക്കുന്നു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ആ ആവശ്യം സ്തോത്രത്തോടെ, കർത്താവേ എനിക്ക് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കാൻ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ പരിശീലിപ്പിക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ ആ ആവശ്യത്തെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? സ്തോത്രത്തോടെ. ഇത് സ്തോത്രത്തോടെ പറയാൻ പറഞ്ഞാൽ അപ്പോൾ പലരുടെ ചില ആളുകളുടെ ചിന്തനെതിരെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും സ്തോത്രത്തോടെ വേണം അറിയിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് ഒരു 15 സ്തോത്രം പറയണം, പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്തോത്രം പറയണം, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു സ്തോത്രം പറയണം. അതാണ് ഈ സ്തോത്രത്തോടു കൂടി അറിയിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ലേ? അങ്ങനെയാണോ ഈ സ്തോത്രത്തോടു കൂടി അറിയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ? പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്തോത്രം ഫിറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്? ആണോ? കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം ഫിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നു? കർത്താവിൻ്റെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം ഉണ്ടോ? ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൗലോസ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസിൻ്റെ ഒരു നീണ്ട പ്രാർത്ഥന ഇല്ലേ? അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പിടിപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം നമ്മുടെ ഹൃദയത്തിൽ കുത്തിക്കയറ്റി തന്നിരിക്കുക.
പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ വഞ്ചിക്കപ്പെട്ട മേഖല നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ശിശുക്കൾക്ക് അത് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, സ്തോത്രത്തോടു കൂടി അറിയിക്കാൻ എന്താ സ്തോത്രം എന്ന് പറഞ്ഞാൽ? നന്ദിയാ. നന്ദിയുള്ള ഹൃദയത്തോടെ അറിയിക്കാൻ എന്നാ വാക്കിൻ്റെ അർത്ഥം. പിടി കിട്ടിയോ? നിങ്ങളുടെ ആവശ്യങ്ങളെ നന്ദിപൂർവ്വം അറിയിക്കുക. നമ്മൾ പലപ്പോഴും ആവശ്യങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ ഇന്ന് വരെ എനിക്കൊന്നും ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഇതെങ്കിലും കർത്താവേ നീ എനിക്ക് സാധിപ്പിച്ചു തന്നേ പറ്റൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥന. നന്ദിയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സെന്തായിരിക്കും? കർത്താവേ ഞാനിത് പറഞ്ഞാലും പറഞ്ഞില്ലേലും എൻ്റെ ഹിതം അവിടുന്ന് അറിയുന്നു, അവിടുന്ന് എൻ്റെ ഹിതം നിശ്ചയമായിട്ട് നടത്തി തരും, ഇതുവരെയും അവിടുന്ന് നടത്തി തന്നു, ഞാൻ അങ്ങയുടെ വിനീത ദാസനാണ്, എനിക്ക് അങ്ങയോട് നന്ദിയുണ്ട്. ആ നന്ദി നമ്മുടെ വാക്കുകളിലാണ് സ്ഫുരിക്കുന്നത്. നമ്മൾ ഈ സർക്കാർ ഓഫീസിൽ അപേക്ഷ കൊണ്ട് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറുന്നത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാളോട് ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ നമ്മൾ നന്ദിയോടെ തിരുവഴുത്തിലൊരിടത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട് എന്നും ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ ഇത് ഞാൻ കർത്താവിനോട് പറയുന്നത് ദൈവഹിതപ്രകാരം, ഇത് കർത്താവ് എനിക്ക് തരും, അതുകൊണ്ട് ഞാൻ കർത്താവിനോട് എങ്ങനെയുള്ള മനസ്സോടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്? അതാണ് ഈ സ്തോത്രത്തോടു കൂടി അറിയിക്കുക എന്ന് പറയുന്നത്. നന്ദിയോടുകൂടി അറിയിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളെ നന്ദിയോടെ ദൈവത്തിന് അറിയിക്കുക, ദൈവത്തിന് മുമ്പിൽ വയ്ക്കുക. ഇടവിടാതെ സ്തോത്രം ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം അത് ദൈവത്തോട് എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. ദൈവം അനുവദിച്ചിരിക്കുന്നതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ആയുസ്സോടെ ഇവിടെ ഇരിക്കുന്നത്. നമ്മളിൽ ഒരുപക്ഷെ നമ്മുടെ വീട് ചിലപ്പോൾ ചോരുന്നുണ്ടാകാം, ഒരുപക്ഷെ നമ്മൾക്ക് നല്ല വസ്ത്രമില്ലായിരിക്കാം, പക്ഷെ നമ്മൾ ദൈവസന്നിധി നന്ദിയുള്ള ഹൃദയമുള്ളവരാകുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മളെ നടത്തിക്കൊണ്ട് വന്നത് ദൈവമാണ്. ഈ ആയിരിക്കുന്ന അവസ്ഥ പോലും ദൈവത്താൽ ലഭ്യമായതാണ്. ഇത്ര പോലും അവസ്ഥകളില്ലാത്ത നൂറുകണക്കിന് ആളുകൾ ചുറ്റുവട്ടത്തുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, ഞാൻ രാവിലെ ഈ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഒരു ചെറിയ ടെലിഫിലിം, ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് അതിന് സംഭാഷണമൊന്നുമില്ല. ഒരു സഹോദരി ഭക്ഷണം കഴിക്കാനായിട്ട് നിലത്തിരിക്കുക, ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ഭക്ഷണം എടുത്തു, ആരുമില്ല അവിടെ. അവൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ വായിലോട്ട് വെച്ച കൂട്ടത്തിൽ ഈ ഭക്ഷണം എന്ത് ചെയ്തു? താഴെ പോയപ്പോൾ അവൾ 4 വശം ഒന്ന് നോക്കി, 4 വശം നോക്കിയിട്ട് ഈ പ്ലേറ്റ് ഒന്ന് മാറ്റിയപ്പോൾ താഴെ കിടക്കുന്നു ഭക്ഷണം. അവൾ ശരനേരം ആലോചിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് ഈ ഭക്ഷണം എടുത്ത് വായി വെച്ചു. നിലത്ത് കിടന്ന ഭക്ഷണം ആരും കാണാതെ താഴെ പോയത് നിലത്ത് വീണ് പെട്ടെന്ന് എടുത്ത് വായി വെച്ചു. എന്നിട്ട് നമ്മളിത് കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ നമ്മളോട് അടുത്തൊരു ആക്ഷൻ, ദേ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞൊരു ആക്ഷൻ കാണിക്കുക. അടുത്ത കാണുന്നത് എന്നറിയാമോ? മഴയത്ത് നനഞ്ഞ് വിറങ്ങലിച്ച് ഈ ആഫ്രിക്കയിലുള്ള ഏതോ രാജ്യത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഇർണിയ പിടിച്ച, കണ്ടിട്ടില്ലേ, വയറുമായിട്ട് പാത്രവുമായി ക്യൂ നിൽക്കുന്നു, ആരോ സൗജന്യമായി വിളമ്പുന്ന ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറൊരിടത്ത് പാത്രങ്ങൾക്കിടയിൽ നിന്ന്, എച്ചിലകൾക്കിടയിൽ നിന്ന് തപ്പിപ്പെറുക്കി വിശപ്പ് നിറയ്ക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ. അങ്ങനെ ഒരു വലിയ സമൂഹം ഉള്ളപ്പോഴാണോ ഞാൻ ഈ ഭക്ഷണം കളയേണ്ടത് എന്ന ഒരു ധ്വനിയാണ്. വാക്കുകളൊന്നുമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? പിടികിട്ടിയോ? നമ്മൾ തിന്ന് ശേഷിപ്പിക്കുക. നമുക്ക് നല്ല രുചിയുള്ളത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്നും കഴിക്കത്തില്ല. പട്ടിണി കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളമോ അവൻ അതിൻ്റെ രുചിയല്ല വിഷയം, അതിൽ ചെളിയുണ്ടോ, വൃത്തിയുള്ളതാണോ, വൃത്തിയുള്ളിടത്തെയാണോ, ഇതൊന്നും അല്ല അവൻ്റെ വിഷയം. അവന് വയറ് നിറഞ്ഞാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. അതെങ്കിലും ഓർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഭയങ്കര ഉപ്പാ, ഇതെനിക്ക് വേണ്ട, അത് ഭക്ഷണം എനിക്ക് വേണ്ട, ഞാനിത് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പട്ടിണി കിടക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം നമുക്കറിയാം ഇന്ന് വൈകിട്ട് കഴിച്ചില്ലെങ്കിലും ഞാൻ ചത്തുപോകത്തൊന്നുമില്ലെന്ന്. പക്ഷേ വിശന്ന് പൊരിഞ്ഞു കിടക്കുന്നവൻ്റെ മുമ്പിലോ അവൻ അതിൻ്റെ രുചിക്കല്ല പ്രാധാന്യം, വയറൊന്ന് നിറയ്ക്കാനായിരിക്കും പ്രാധാന്യം. ദാഹിച്ചങ്ങേയറ്റം പറ്റിയവൻ ഏത് തോട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയാമോ? വെള്ളം കോരി കുടിക്കും. നമ്മളാദ്യം വെള്ളത്തിൻ്റെ രുചി നോക്കും, സാഹചര്യം നോക്കും, ചുറ്റുപാട് നോക്കും, ഇതൊക്കെയാണ്. അതൊന്നും നോക്കേണ്ടതൊന്നും അല്ല. ഞാൻ ഈ പറഞ്ഞ സാരി ഇതൊക്കെ നോക്കി വൃത്തിയുള്ള ഭക്ഷണം തന്നെ കഴിച്ചോളൂ. പക്ഷേ വൃത്തിയുള്ള വെള്ളം കുടിക്കാൻ നിനക്ക് സാഹചര്യം ഉണ്ടാവുകയും മറ്റു പലതും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ, നീ ആ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പുറത്ത് നിനക്ക് കിട്ടിയിരിക്കുന്നതിനെ നീ എന്ത് ചെയ്യണം? കർത്താവ്, എനിക്ക് കുറഞ്ഞ പക്ഷം ശുദ്ധമായ വെള്ളം കുടിക്കാൻ നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ, നീ അത് തന്നതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. ഈ വെള്ളം പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ പേര് ഭൂമിയിൽ വേറെ നിലനിൽക്കുന്നു. ഇതെങ്കിലും നീ എനിക്ക് തന്നതോർത്ത് ഞാൻ നിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവനായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നൊരാവശ്യം കൂടി നിന്നോട് അറിയിക്കട്ടെ. ഞാൻ പറഞ്ഞ വശം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏത് കാര്യം പറഞ്ഞാലും നമുക്ക് ദൈവസന്നിധി നന്ദിയുള്ള ഹൃദയവുമായിട്ടിരിക്കാനേ പറ്റൂ. കാരണം നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തന്നിട്ടുള്ളതല്ലാത്തതൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ നേരെ 2 കാലും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നത് പോലും നമ്മളെ അവൻ അനുവദിച്ചിട്ടാണ്.
അതിനുപോലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ വാക്കുച്ചരിക്കാൻ നമുക്ക് കരുത്തു തരുന്നത് അവൻ്റെ കൃപയാല. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ പക്ഷം അതിനുള്ള നന്ദിയോട് ആയിരിക്കണം ബാക്കി വാക്കുകൾ എന്ത് ചെയ്യേണ്ടത്, ദൈവസന്നിധിയിൽ ഉച്ചരിക്കപ്പെടേണ്ടത്. അപ്പോൾ എന്തും നിങ്ങൾ സ്തോത്രത്തോടെ ഇടപെടാതെ സ്തോത്രം ചെയ്യുവീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പീൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗത്ത് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു വലിയ വിശദീകരണം അവിടെ നൽകുന്നുണ്ട് കർത്താവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗം. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ, ഈ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മടുത്തു പോകും. ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് മടുത്തു പോകും. 1-2 വട്ടം ചോദിച്ചു, പിന്നെ അതങ്ങ് നിർത്തി. മടുത്തു പോകാതെ നമുക്കൊരു മടുപ്പുണ്ടാകരുത്. നമ്മളീ പറയുന്ന കാര്യം തന്നെ വീണ്ടും 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 ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലല്ല പറഞ്ഞത്. ഈ പ്രാർത്ഥനയ്ക്കൊരു മടുപ്പ് അത് ഉണ്ടാകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ അവനൊരു ഉപമ പറയുന്നു, വായിച്ചു. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി ആ വിഷയത്തിൽ ഇടപെട്ട് അതിനകത്ത് വിസ്താരം നടത്തി ശരിയായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ് അവള്. അവിടെ കേസ് കൊടുക്കുകയാണ്. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു, പക്ഷെ അത് വലിയ താല്പര്യമൊന്നുമില്ല, അത് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ. പക്ഷെ ഇവള് വീണ്ടും ചെന്ന് ഇത് പറയുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായത് ന്യായമായ കാര്യമാണ്. അവൻ എഴുന്നേറ്റ് വന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണ്. അപ്പം മടുക്കാതെ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം, നിങ്ങളിപ്പോൾ എൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഞാൻ പറയാമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ പഠിച്ചു വന്ന വിഷയത്തിൽ സൗമ്യത, കർത്താവേ എനിക്ക് സൗമ്യത പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചു സൗമ്യതയ്ക്ക് വേണ്ടി, പക്ഷേ സൗമ്യത കിട്ടുന്നില്ല. മുൻകോപം കയറി വരുന്നു. മുൻകോപം മാറാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും കർത്താവിനോട് ആവശ്യപ്പെട്ടു. കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അതാണ്, അത് ആവശ്യപ്പെട്ടു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട, മടുത്തു പോകണ്ട, വീണ്ടും എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഏത് ദൈവ ഇഷ്ടപ്രകാരമുള്ള ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. മടുത്തു പോകരുത്. കർത്താവെ എനിക്കിതിന് അങ്ങയുടെ ശക്തി കിട്ടിയിട്ടല്ലാതെ പറ്റത്തില്ല. അവിടുന്ന് എന്നെ ശക്തീകരിച്ചിട്ടല്ലാതെ എനിക്ക് സൗമ്യനാകാനോ ഞാൻ ദരിദ്രത്തിൽ ഏതവസ്ഥയിലും എനിക്ക് സന്തോഷിക്കാനോ കഴിയത്തില്ല. അതിനവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്, ശക്തി എനിക്ക് ആവശ്യമാണ്. എന്നെ സഹായിക്കണം. ചെറിയ ചെറിയ വിഷയം വരുമ്പോൾ എൻ്റെ BP കൂടുക, നിസ്സാര വിഷയത്തിൽ ഞാൻ ടെൻഷൻ അടിക്കുകയാണ്, ചെറിയ ചെറിയ വിഷയത്തിൽ എനിക്ക് കോപം വരികയാണ്. ഈ സ്ഥിതി എനിക്ക് മാറണം. എനിക്ക് ഉയരത്തിലെ എൻ്റെ ഉത്തമ സമ്പത്തിനെക്കുറിച്ചുള്ള ഉറപ്പുള്ളവളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം. സ്വത്തുക്കളുടെ അപകാരം നടക്കുമ്പോൾ അത് സന്തോഷത്തോടെ സഹിക്കാൻ പറ്റണം. പുതപ്പ് അപകരിക്കാൻ വരുന്നവന് ഉടുപ്പ് കൂടി വിറ്റുകൊടുക്കാൻ പറ്റുന്ന ഒരു മനോഭാവത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റണം. അത് ഞാൻ പ്രാർത്ഥിച്ചു, കേട്ടില്ല. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. അത് കിട്ടുവോളം അതാണ് ഈ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിൽ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം, പ്രധാനമായി നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. 2, അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആ ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പ്രസന്ന സഹോദരനോട് ഒരു 500 രൂപ കടം ചോദിച്ചു. ഓരം പറയാം, പക്ഷേ ഇന്നലെ ചോദിക്കാൻ പറ്റില്ലായിരുന്നു, തരായിരുന്നല്ലോ. ഇല്ല, ശരി. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പം വീണ്ടും ഒരാവശ്യം വന്നപ്പം വീണ്ടും ഞാൻ ഈ സഹോദരനെ വിളിച്ചു. സഹോദര പൈസ ഉണ്ടോ, ഒരു 500 രൂപ. അയ്യോ സഹോദര എവിടുന്നോ, എൻ്റെ കയ്യിലൊന്നുമില്ല, പണിയില്ലാതിരിക്കുക. ഞാൻ തലേ ദിവസം പുള്ളി പണിക്ക് പോകുന്നത് കണ്ടതാണ്. പുള്ളിയുടെ കാശുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ വീണ്ടും ഈ സഹോദരനോട് ചോദിച്ചു. സഹോദരൻ അന്നേരവും തന്നില്ല. 4-ാമത്തെ തവണ ഞാൻ വീണ്ടും ചോദിക്കാൻ തയ്യാറാവൂ? എൻ്റെ വിശ്വാസം നഷ്ടപ്പെടും. പുള്ളിയോട് ചോദിച്ചാൽ ഓണ്ടയിലും തരത്തില്ല. ഉണ്ട് പുള്ളിയുടെ. പക്ഷേ പുള്ളി എനിക്ക് തരത്തില്ല. മടുത്തു. ഇനി ഞാനഥവാ ഉത്സാഹിച്ചാലും ഭാര്യ പറയും, നിങ്ങൾ വേറെ ആരെങ്കിലും ചോദിക്കും, പുള്ളിയോട് തരത്തില്ല. മടുത്തു പോവുക. ഞാൻ പറഞ്ഞ വിഷയം പറ്റിയോ? ഈ സ്ഥിതി ദൈവത്തോട് നിങ്ങൾക്കുണ്ടാകരുതെന്നാണ് ഈ പറഞ്ഞു വെച്ചത്. നമ്മൾ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, കിട്ടിയില്ല. വീണ്ടും പറഞ്ഞു, കിട്ടിയില്ല. വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞാലൊന്നും ദൈവം തരത്തില്ല എന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. നിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി ദൈവത്തിനറിയാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശവും നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നിൻ്റെ ആവശ്യങ്ങൾ നിനക്ക് ഗുണപരമാണെങ്കിൽ കർത്താവ് അത് എന്ത് ചെയ്യും? നീ ആവശ്യപ്പെടാതെ തന്നെ തരും. കർത്താവ് സകലതും ചന്തവും ഉചിതവും യോഗ്യവുമായി തന്നെ അത് തരും. ഈ
ചെറുപ്രായത്തിൽ ഞങ്ങളുടെ അപ്പൻ ഈ ചവനപ്രാശം എന്ന് പറഞ്ഞൊരു ലേഹ്യമുണ്ട്. ഈ ലേഹ്യം മേടിച്ചുകൊണ്ട് പോയി. ഇതൊരിക്കലും വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ ലേഹ്യം ഒരുപാടൊന്നും കഴിക്കരുത്, അതിന് കണക്കുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്യുന്നറിയോ, കിട്ടുന്ന സമയത്തെല്ലാം എനിക്ക് ലേഹ്യം എടുത്തിട്ടുണ്ട്. അപ്പനും അമ്മയും വിലക്കും. അപ്പനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ഇത് മേടിച്ച് വെച്ചിരിക്കുന്ന ആർക്കാ? എനിക്ക് തരാൻ വേണ്ടിയാണ്. പക്ഷെ അത് അമിതമായാൽ എനിക്കത് ദോഷം ചെയ്യുമെന്നറിയാം. എനിക്കത് തരേണ്ട അളവ് അറിയാവുന്നുണ്ട്. തരേണ്ട അളവിലേ എന്ത് ചെയ്യത്തുള്ളൂ. ഞാൻ ചോദിക്കുമ്പോൾ അത് തരണമെന്നില്ല. അങ്ങനെ തരുന്നില്ല എങ്കിൽ അതും എൻ്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാൻ അന്നത്തെ പ്രായത്തിൽ എനിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് ദോഷം വരുന്ന രീതി നമ്മൾ എന്ത് ചെയ്യത്തില്ല. അമ്മ കേക്ക് ഉണ്ടാക്കി വയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് തിന്നാൻ ചെറുപ്രായത്തിൽ. അപ്പോൾ ചോദിക്കുമ്പോൾ അമ്മ തരത്തില്ല. എല്ലാം കൂടെ തിന്നണ്ട, ഇല്ലാത്ത ഉള്ളയെല്ലാം അളവും. അമ്മ അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ കയറി കട്ടും ഭാഗത്തും വാശിക്ക് കേക്ക് എല്ലാം കൂടെ തിന്നു. ഛർദിലോട് ഛർദിൽ പിടി കിട്ടിയോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് നമുക്ക് ആവശ്യമായത് ഇന്നതെന്ന് കൃത്യമായി അറിയാവുന്നവനും അതിൻ്റെ ആവശ്യമായ ഡോസേജിൽ അത് കൃത്യമായി നമുക്ക് തരികയും ചെയ്യുവാൻ അവൻ വിശ്വസനാണ്. അത് നമ്മളിനി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും തരാൻ തയ്യാറാണെന്ന കർത്താവിൻ്റെ പല വാക്കുകളും നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചാൽ തരാതിരിക്കുമോ? പക്ഷെ തരാതിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവ് ഞാൻ പറഞ്ഞാൽ തരത്തില്ല, നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വല്ലവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് ഈ പ്രാർത്ഥനാ കൊട്ടേഷൻകാർ ഇതിൻ്റെ ഇടയ്ക്ക് മിടുക്കരാകുന്നത്. നമ്മൾ പ്രാർത്ഥനാ വിഷയമായിട്ട് ഓടും. ഞാൻ പറഞ്ഞാൽ കർത്താവ് കേൾക്കത്തില്ല എന്നൊരു തോന്നലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മടുപ്പ്. അപ്പോഴാണ് നമ്മൾ ഈ വിഷയം എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം, ഞാൻ പറഞ്ഞാൽ കിട്ടത്തില്ല, മറ്റുള്ളവർ പ്രാർത്ഥിക്കേണ്ടതെന്നോ നമ്മുടെ വിഷയം മറ്റുള്ളവരോട് പറയേണ്ടതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ വിഷയത്തിന് ഞാൻ പറഞ്ഞാൽ കർത്താവ് കേൾക്കത്തില്ലെന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഞാൻ മറ്റൊരാളെ കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ കർത്താവിനെ അനീതിയുള്ള പിതാവാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എൻ്റെ കർത്താവ് കേൾക്കും, നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കേൾക്കും. എന്നാലും നിങ്ങളും പ്രാർത്ഥിച്ചോ. നിങ്ങളിനി പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്കിത് അനിവാര്യമാണെന്ന് എൻ്റെ പിതാവിന് ബോധ്യപ്പെട്ടാൽ എൻ്റെ പിതാവ് നിശ്ചയമായിട്ടും അതെനിക്ക് സാധിച്ചു തരും എന്ന ഉറപ്പെൻ്റെ ഹൃദയത്തിലുണ്ടാകണം. ആ ഉറപ്പ് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ മടുപ്പ് മാറ്റുന്നത്. അതുകൊണ്ട് ഈ സഹോദരിക്ക് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി സഹായിക്കാൻ ശേഷിയുള്ളവനാണ് എൻ്റെ ഭരണാധികാരി എന്ന ഉറപ്പ് സഹോദരിക്കുണ്ട്. ആ ഭരണാധികാരി ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിലും പിന്നാണെങ്കിലും അത് ചെയ്യും എന്ന ഉറപ്പുള്ളത് കൊണ്ട് ആ സഹോദരി വീണ്ടും എന്ത് ചെയ്യും? ആ ഭരണാധികാരിയോട് അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അവസാനം ആ ഭരണാധികാരിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ആ സഹോദരിയുടെ ആവശ്യങ്ങൾ സാധ്യമാക്കി കൊടുക്കേണ്ടി വന്നു. പക്ഷെ നമ്മുടെ കർത്താവ് ഈ ഭരണാധികാരിയെ പോലല്ല കേട്ടോ. അവൾ വന്ന് എൻ്റെ മുഖത്തടിക്കുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. അവൻ നിനക്ക് കൃത്യമായി അത് ചെയ്തു തരും. പക്ഷെ നീ എന്ത് ചെയ്യരുത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 21-ാം അധ്യായം എടുത്തേ. 21-ാം അധ്യായത്തിൻ്റെ 34 മുതലൊന്ന് വായിച്ചേ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും കേട്ടോ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. നിങ്ങൾ ഈ നല്ല ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയും ഉപജീവന ചിന്തകൾ, നാളെ എങ്ങനെ ജീവിക്കും, യുദ്ധമാ, അവിടെ എങ്ങനെ ഇതാ എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് കർത്താവിനെ കുറിച്ചുള്ള ചിന്ത വിട്ടു പോകുമ്പോൾ പെട്ടെന്ന് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ സൂക്ഷിച്ചോളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും. എല്ലാ കാലവും. രാത്രി 12 മണിക്ക് മാത്രമേ പ്രാർത്ഥിക്കാവുന്നൊന്നുമില്ല. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക. എല്ലാ കാലം, ഏത് കാലവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ കാലം തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പെട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പീഡനങ്ങൾ നിങ്ങളുടെ നേരെ വരുമ്പോൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ നേരെ വരുമ്പോൾ, ഭക്ഷണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഉപജീവന വിഷയമാണെങ്കിലും 4 വശവും നിങ്ങളെ ഞെരുക്കുമ്പോൾ അതിനകത്ത് പെട്ട് നിങ്ങൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, അതിനകത്ത് പെട്ട് നിങ്ങൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ബോധമില്ലാത്തവരെ പോലെ ജീവിക്കുന്ന, അതിനെപ്പറ്റി ചിന്തിക്കാൻ നേരമില്ലാത്തവരെ പോലെ ജീവിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളതെങ്കിൽ ഇവിടെ വളരെ പറയുന്നു, ഇതെല്ലാ മനുഷ്യർക്കും ഇത് സംഭവിക്കാൻ പോവാണ്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ പ്രാപ്തരാകണം. ഏത് പ്രതിസന്ധിക്കകത്തും നിങ്ങൾക്ക് എന്തിനുള്ള പ്രാപ്തി ഉണ്ടാകണം? കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സദാകാലം ഉണർന്നും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അലാറം വെച്ച് എഴുന്നേക്കുന്ന കാര്യമല്ല കേട്ടോ. പ്രാർത്ഥനയെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കണമെന്നാ ഉണർന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഏത് സമയത്തും ആ വിഷയത്തിൽ നിങ്ങൾ ജാഗരൂകരാകണം, ജാഗരിക്കണം.
ഉണരുക എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് ജാഗരിക്കുക. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ, ഏത് സമയത്തും കർത്താവേ നിൻ്റെ മുമ്പിൽ നിൽപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. പട്ടിണിയല്ല എൻ്റെ വിഷയം, പ്രതിസന്ധി അല്ല എൻ്റെ വിഷയം, നാളെ എങ്ങനെ ജീവിക്കും എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഈ പ്രതിസന്ധികൾ എന്ത് നേരിട്ടാലും ശരി, നിൻ്റെ മുമ്പിൽ ഏത് പ്രതിസന്ധിക്കകത്തും അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ എന്ന വിഷയം നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സദാകാലം പ്രാർത്ഥിക്കണം. ഇതാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങളുണ്ട്. എപ്പോഴും കർത്താവുമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എഫ് എസ് ലേഖനം 6:18 നോക്കി. എഫ് എസ് ലേഖനം 6:18, എഫ് എസ് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. വേറൊരാൾ 1 പത്രോസ് 4:7 കൂടെ എടുത്തു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. ജാഗരിക്കുക എന്നുള്ള വാക്ക് കേട്ടോ, അതാണ് ഈ ഉണരുക എന്ന് പറയുന്നത്. അതിനായി ജാഗരിക്കുക. സദാ ഒന്നുകൂടെ വായിച്ച്. സകല പ്രാർത്ഥനയാലും യാചനയാലും, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിക്കുകയും. ഈ പ്രാർത്ഥനയിൽ ഈ ഒരു ജാഗ്രത വേണം. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എഫേസ്യർ 6:18 വായിച്ചത്. പിന്നെ ഏത് കാലത്തും എല്ലാവർക്കും വേണ്ടി. അടുത്തത് 1 പത്രോസ് 4:7 അതൊന്ന് വായിച്ചേ. പ്രാർത്ഥനയ്ക്ക് ഇതാണ് ഈ ഉണരുക എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എന്ത് വേണം? പ്രാർത്ഥിക്കുന്നത് കാര്യത്തിൽ നിങ്ങളെന്താ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ശീലിച്ചു പോയ പ്രാർത്ഥന അങ്ങ് പോരും വശത്തൂടെ. എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞതെന്ന് പോലും നമുക്ക് ഓർമ്മ കാണുന്നത്. പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയും, ഇവൻ്റെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. അവൻ അതരം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അത് സംഭവിക്കരുത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കാര്യം തന്നെ ആയിരിക്കണം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതൊന്നും ഹൃദയത്തിൽ വേറൊന്നും ആയിരിക്കുന്ന ഒരവസ്ഥയാണോ, അത് യോഗ്യമല്ല. മനസ്സിലായോ? അവിടെയാണ് ഉണർന്നു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി കിടക്കുന്നത്. ഞാൻ ഹൃദയത്തിൽ അത് ധ്യാനിച്ച് എൻ്റെ ഹൃദയത്തിലെ വിഷയമായിരിക്കണം ഞാൻ എന്ത് ചെയ്യുന്നത് ദൈവസന്നിധിയിൽ പറയേണ്ടത്. ഇനി സദാകാലത്ത് പ്രാർത്ഥിക്കണം. എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്നെല്ലാം പറഞ്ഞല്ലോ. ഇനി എന്തൊക്കെ പ്രാർത്ഥിക്കരുതെന്നും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ ആ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇഷ്ടം. എന്തൊക്കെ കർത്താവ് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ ഭാഗത്ത് ഒന്ന് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം ഒന്നെടുത്തേ, 12-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം ഒന്നെടുത്തേ. മർക്കോസ് 12:40. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം. അവർ വിധവകളുടെ വീടുകൾ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും 38 മുതൽ വായിച്ചു. അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് നിലയങ്കി ധരിച്ച് നടക്കുന്നവരും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്നവരുമായ ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിക്കണേ. അവരെ നിങ്ങൾ മാതൃകയാക്കല്ലേ. അവരുടെ പരിപാടി എന്നറിയാമോ? സൂക്ഷിച്ചോളൂ. ശാസ്ത്രിമാരുടെ പ്രത്യേകത ഇവിടെ പറയാണ്, അവർ അങ്കികളോടുകൂടി നടക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വേഷഭൂഷാദികളിൽ അവർ സംതിങ് ആണെന്നുള്ള ഭാവം കാണിക്കേണ്ടതിന് അവരുടെ വേഷത്തോടു കൂടി അവർ വലിയ അങ്കികളൊക്കെ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്കികളോടുകൂടി നടക്കുകയും അങ്ങാടിയിൽ അവർക്ക് വന്ദനം, എവിടെ ചെന്നാലും അവരെ മറ്റുള്ളവർ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അങ്ങാടിയിൽ വന്ദനവും, പിന്നെ പള്ളിയിൽ ചെന്നാലോ അവിടുത്തെ പ്രധാന സ്ഥലത്ത് ഇവർക്ക് ഇരിക്കാൻ അവസരം കിട്ടണം. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന പരിപാടി. ഇങ്ങനെയുള്ള ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ പ്രത്യേകതയാണ് അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരുമെന്ന് പറഞ്ഞു. എന്താ ഈ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുക? വിധവമാരുടെ വീടിനെ വിഴുങ്ങുക, അങ്ങനെ വിഴുങ്ങാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് ആ പാവം പിടിച്ച വിധവ, ആ വിധവയ്ക്ക് അങ്ങോട്ട് വല്ലതും കൊടുക്കുക ചെയ്യേണ്ടത്. നിങ്ങൾക്കിടയിലുള്ള ഒരു വിധവ ഉണ്ടെങ്കിൽ ആ വിധവയെ നിങ്ങൾ പട്ടിണിയിടാൻ നോക്കണം. ഈ ദശാംശം ആലയത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞത് തന്നെ എന്തിനാണെന്നറിയാമോ? വിധവകൾക്ക് ആലയത്തിൽ ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ദശാംശപ്പുള്ളികളും ആലയത്തിൽ ഒരു വിധവയ്ക്കും പോയിട്ട് സ്വന്തം കൂട്ടായ്മയിലുള്ള വിധവയ്ക്ക് പോലും ആഹാരം വെച്ച് കൊടുക്കുന്നില്ല. വെച്ച് കൊടുക്കേണ്ട, മേടിച്ചിട്ട് അരി മേടിക്കാനുള്ള പൈസ കൊടുക്കും, അതും ചെയ്തില്ല. പക്ഷേ ഇസ്രായേലിൽ ദശാംശം പഠിപ്പിച്ചത് അത് ആലയത്തിൽ അനാഥർക്കും വിധവകൾക്കും
പരദേശികൾക്കും അന്നദാനമുണ്ടാകേണ്ടതിനാ ദശാംശം കൊടുക്കാൻ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് ഇവിടുത്തെ പാഷന്മാരെല്ലാം ദശാംശം മേടിച്ചുകൊണ്ടിരിക്കുക. ആർക്ക് ആഹാരം ഉണ്ടാക്കാൻ? അവൻ്റെ മക്കളെ ഗൾഫിൽ വിട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇവിടെ നമ്മൾ ആ ഭാഗത്തോട്ട് കയറുന്നില്ല. ഇവിടെ തിരുവഴുത്ത് പരിശോധിച്ച് ശാസ്ത്രിമാരുടെ ടെക്നിക്ക് മനസ്സിലായോ? അവർ വിധവകളുടെ വീടങ്ങ് വിഴുങ്ങും. കാരണം വിധവകളുടെ വീട്ടിൽ ചോദിക്കാൻ അവർക്ക് ആരുമില്ല. ആകെപ്പാട് വിധവയായ സഹോദരിക്ക് ആകെ ഒരു ആശ്രയം സഭയിലെ പാസ്റ്ററാണ് അല്ലെങ്കിൽ ചർച്ചിലെ ഈ ഉപദേശിയാണ്. അപ്പോൾ എന്നോ സങ്കടം ഉണ്ടെങ്കിലും ഈ സഹോദരി ആദ്യം പറയുന്ന ആരോടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സഹോദരിയെ വിഴുങ്ങാൻ നല്ല പരുവാ എന്ന് പറഞ്ഞാൽ വിഴുങ്ങാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവരുടെ സമ്പാദ്യം മുഴുവൻ അടിച്ചു മാറ്റുകയെന്ന്. അതാണ് വിഴുങ്ങുക എന്ന് പറഞ്ഞത്. പിടി കിട്ടുന്നുണ്ടോ? അവർ എന്താ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് ഇവരുണ്ടായിരുന്നത് ഈ സഹോദരിയുടെ സമ്പാദ്യങ്ങളും അധ്വാനവും ഒക്കെ വഹിച്ചുകൊണ്ട് പോകാൻ വളരെ തന്ത്രപരമായി ഇവർ ദീർഘമായി വന്നങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നു, വായിച്ചേ. അവർ വിധവകളുടെ വീടുകൾ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. ഈ നീണ്ട പ്രാർത്ഥനയുടെ ലക്ഷ്യം ഉപായമാണ്. നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എന്തിനാ? അതൊരു ടെക്നിക്കാണ്. എന്തിനാ നീണ്ട പ്രാർത്ഥന? നമ്മളിൽ പലരും നീണ്ട പ്രാർത്ഥനക്കാരാ. നീണ്ട പ്രാർത്ഥനയുടെ പിന്നിൽ ഒന്നുകിൽ അത് കേൾക്കുന്നവർക്ക് ഞാനൊരു പ്രാർത്ഥനാവീരനാണെന്ന് തോന്നണം. ഇനി കർത്താവിനോട് പോലും ഈ ഉപായം കാണിക്കും. നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ കർത്താവിന് ഇത്രയും നേരവും പ്രാർത്ഥിച്ചാണല്ലോ എന്നോർത്ത് പ്രാർത്ഥനയുടെ നീട്ടം കൂട്ടിയതുകൊണ്ട് നമ്മൾ ഈ പരീക്ഷയൊക്കെ എഴുതുമ്പം ഈ 1.5 പേജിൽ കുറയാത്ത ഉപന്യാസം എഴുതണം. ചില പിള്ളേരിരുന്ന് വിഷമിക്കും, ഇതിനകത്ത് എന്തോ ഈ 1.5 പേജ് എഴുതാൻ എന്നാ വകയുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലല്ലേ അറിയോ, 1.5 പേജോ 3 പേജ് എഴുതിയേക്കാം. തിരിച്ചും മറിച്ചും ഇതേ കാര്യങ്ങൾ തന്നെ അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഒരു 3-4 പേജ് അങ്ങ് എഴുതും. അപ്പോൾ എൻ്റെ മനസ്സിലെ ധാരണ എഴുതിയോ, 3-4 പേജ് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇത് വായിച്ചൊന്നും മെനക്കാ ഇത്ര എഴുതിയല്ലോ എന്ന് വിചാരിച്ച് ഫുൾ മാർക്കിങ് വരുമെന്നാണ്. പക്ഷേ അതൊന്നും നല്ല ബുദ്ധിയുള്ള സാറന്മാർ നോക്കത്തില്ല. അതിനകത്ത് കാതലായ കാര്യങ്ങൾ വല്ലതും കിടപ്പുണ്ടോയെന്നാണ് പരിശോധിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് എഴുതി വെച്ചോന്നൊന്നും നോക്കത്തില്ല. ഏത് ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ്, അങ്ങ് തിരിച്ചും മറിച്ചും അത് തന്നെ ഇങ്ങനെയും പറഞ്ഞ് പിന്നെ അത് അങ്ങനെയും പറഞ്ഞ് കർത്താവേ പ്രസന്ന സഹോദരനെ കാത്തോളണേ, അവൻ്റെ കുടുംബത്തെ കാത്തോളണേ, കർത്താവേ രാവിലെ പണിക്ക് പോവാ തുമ്പ എടുത്തുകൊണ്ട് പോകുന്നു, കർത്താവെ സൂക്ഷിക്കണേ, കാലേ ചെരുപ്പില്ലാതെ പോയിരിക്കുന്ന സൂക്ഷിക്കണേ, കാട്ടിനകത്ത് നിന്ന കർത്താവെ പണിയെടുക്കുന്ന സൂക്ഷിക്കണേ, അല്ലേ? ഒറ്റക്കാര്യം പറഞ്ഞു ആദ്യം കർത്താവെ സൂക്ഷിക്കണമെന്നൊരു വാക്ക് പറഞ്ഞ് നോക്കിയാണ്. പണ്ട് ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അന്ന് പ്രാർത്ഥന മാത്രമേ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് വിഷയത്തിന് ലീഡർ വിഷയം ഉണ്ടാകണ്ടേ? എത്ര നേരം 2-2.5 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇച്ചിരി സമയം എടുത്ത് പ്രാർത്ഥിക്കാതില്ല, പ്രാർത്ഥിക്കുന്ന വിഷയം പെട്ടെന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ പിന്നെ നടത്തിപ്പുകാരൻ എന്ത് ചെയ്യണം? ഇത് ഇടയ്ക്ക് വെച്ച് നിൽക്കാതിരിക്കാൻ അടുത്ത സബ്ജക്റ്റ് ഉണ്ടാക്കി കൊടുക്കണ്ടേ പ്രാർത്ഥിക്കാൻ. അപ്പോൾ നിങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയെ ഓർത്ത് പ്രാർത്ഥിച്ചു. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഒരു വിഷയം കൂടെ ആയില്ലേ? വാഹനത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹനത്തെ ഓടിക്കുന്ന ഡ്രൈവറെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ചില്ലേ? അങ്ങനെ വിഷയങ്ങളുണ്ടാക്കുന്ന വിധന്മാരുണ്ട്. ഉപായരൂപം ഭയങ്കര അയ്യോ, ഇത് ചില വീടുകളിലൊക്കെ ചെന്ന് ചില സഹോദരിമാരുടെ വീട്ടിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പം സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഹോദരിയുടെ കുടുംബക്കാർക്ക് വേണ്ടിക്ക് പ്രാർത്ഥിക്കും. ആ സഹോദരി അന്ന് ആ 1 മണിക്കൂറിനുള്ളിൽ ആരുടെയെങ്കിലും കുടുംബക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഈ പുള്ളി മനസ്സിൽ ഓർത്തിരിക്കും. നമ്മൾ അറിയാതെ അങ്ങ് പറയും അത് ഞങ്ങളുടെ അമ്മാച്ചൻ്റെ ഇന്നാരാ പുള്ളിക്കാരി ഇപ്പം ജർമ്മനിയിലാണ് രക്ഷിക്കപ്പെട്ടു, പക്ഷേ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ടിരിക്കുക എന്നാൽ ചുമ്മാ ഒന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ജർമ്മൻകാരിയും വരും. ഇവിടെ കിട്ടിയോ? ചുമ്മാ അങ്ങ് കാച്ചുക. അസുഖം മാറാൻ വേണ്ടിയൊന്നുമല്ല. ആർക്ക് വേണ്ടിയിട്ടാ? വീട്ടുകാരത്തിയായ സഹോദരിക്കൊരു സന്തോഷം ഉണ്ടാകട്ടെ. ആ സഹോദരി വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ജർമ്മൻകാരിയായിട്ടുള്ള ഏതോ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് പേരെന്ന് പറഞ്ഞു, പേരും കൂടെ ഓർത്ത് പറഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളി. ഓ, ഞാനതങ്ങ് വിട്ടുപോയി. ഭാഷ കൊണ്ട് പേരോട് ഓർത്തിരുന്നു. ഇത്ര മെമ്മറിയാണ്. അപ്പോൾ കർത്താവ് ഇടുന്നുണ്ട്, എടാ ഇതെല്ലാം ഇവൻ്റെ ടെക്നിക്കാണ്. നിന്നെ ഇവൻ എന്ത് ചെയ്യാനാ? നിന്നെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ഇവൻ വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ, നിന്നെ വീഴിക്കാൻ. അത് വിധവകളുടെ വീടാണ് പിന്നെ ചോദിക്കാൻ വേണ്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ അക്കമിട്ട് പ്രാർത്ഥിക്കുന്ന, നീണ്ടു പ്രാർത്ഥിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന, രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, 3 നേരം പ്രാർത്ഥിക്കുന്നതൊക്കെ അവകാശപ്പെടുന്ന ഉപദേശിമാർക്ക് വല്ലതൊക്കെ കൊടുക്കാൻ നമ്മുടെ ഹൃദയത്തിൽ അറിയാതൊരു തുടിപ്പുണ്ടാകും. അപ്പോൾ ഈ വിധവ സഹോദരി ഉണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവൻ എന്ത് ചെയ്യും? അങ്ങനെ കൊടുക്കും. അങ്ങനെ ഇങ്ങേരെന്ത് ചെയ്യും? ഈ വിധവയുടെ വീട് വിഴുങ്ങും. ഇത്രയുള്ള വിഷയം. പിടി കിട്ടിയവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള പരീശന്മാരെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഉപായം പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്യരുത്? ഉപായം കയറ്റരുത്. ഉപായം കയറ്റിയുള്ള പ്രാർത്ഥന ദൈവം എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം.
ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്കകത്ത് ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കരുത്. അവിടെ പറഞ്ഞ വാക്ക് നോക്കിയേ, ഉപായ രൂപേണ നീണ്ട പ്രാർത്ഥന. വേദപുസ്തകത്തിൽ 2 കൂട്ടർ പ്രാർത്ഥന ചലഞ്ച് ഉണ്ടായി, പ്രാർത്ഥനാ കോമ്പറ്റീഷൻ. ആരൊക്കെ തമ്മിലായിരുന്നു അറിയാമോ? ഒന്ന് ഏലിയാവും അല്ലേ, ഏലിയാവും പിന്നെ ബാലിൻ്റെ ഭക്തന്മാരും തമ്മിലൊരു കോമ്പറ്റീഷൻ. ഏലിയാവായിരുന്നു എലിശയായിരുന്നു? ഏലിയാവ്. ബാലിൻ്റെ ഭക്തന്മാരുമായിട്ടൊരു കോമ്പറ്റീഷൻ. ആരാണ് ദൈവം നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു മത്സരവേദി കൊണ്ടുവന്നു. മത്സരവേദി ജനം 4 വർഷം കൂടി യാഗപീഠം ഉണ്ടാക്കി. മത്സരം ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥിച്ച് തീയിറക്കണം. ഇന്നൊക്കെ അങ്ങനത്തെ സംഗതിയൊക്കെ നമ്മുടെ ഈ പ്രവാചകന്മാരുടെ മുമ്പിലൊക്കെ ഇതുകൊണ്ട് വെച്ചു കൊടുക്കണം. എന്നാൽ പിന്നെ നീ പ്രാർത്ഥിച്ച് ഇവരെ ഒന്ന് സുഖപ്പെടുത്തും. പ്രാർത്ഥനാ വീരൻ 48 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീരന്മാരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കണം. ഈ ബാലിൻ്റെ ഭക്തന്മാരുടെ ഗതികേട് വരും. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഓൾമോസ്റ്റ് 99% അഭിഷിക്തന്മാരായ പ്രാർത്ഥനാ വീരന്മാരുടെയും പ്രവാചകന്മാരുടെയും സ്ഥിതി അന്നത്തെ ബാലിൻ്റെ ഭക്തന്മാരുടെ സ്ഥിതി ഉണ്ടാക്കും. ബാലിൻ്റെ ഭക്തന്മാരെന്നാ ചെയ്തേ? പ്രവാചകൻ പറഞ്ഞു, യാഗപീഠം ഉണ്ടാക്ക്, നിങ്ങൾ ആരെങ്കിലും യാഗപീഠത്തിൽ തീയിറക്കാൻ പറഞ്ഞു. യാഗപീഠത്തിൽ പ്രാർത്ഥിച്ച് നീ തീയിറക്കണം. വാട്ടം കിടന്നുകൊണ്ട് നിലവിളി ആലറിക്കൂവി. അപ്പോൾ പ്രവാചകൻ എന്നാ പറഞ്ഞു? ഉറക്കവിളി. ഇവിടെ വളറി വിളിക്കുക, മൈക്ക് വെച്ച് വിളിക്കുക, പ്രാർത്ഥിക്കുക. എത്ര മണിക്കൂറായി? ഒരു രക്ഷയില്ല. പ്രവാചകൻ വീണ്ടും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പം ബാഹ്യത്തിന് പോയിരിക്കും, കുറച്ചുകൂടെ ബാഹ്യത്തിന് പോകാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കക്കൂസി പോയിരിക്കും ദൈവം, ഉറക്കം വിളിച്ചോളാൻ. അല്ലെങ്കിൽ ചന്തയ്ക്ക് പോയിരിക്കും നിങ്ങളുടെ ദൈവം. ഇവിടുന്ന് ഇന്നും പല പാസ്റ്റർമാരുടെയും പ്രാർത്ഥന, വിശ്വാസികളുടെയും പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ അവരുടെ ദൈവം ചന്തയ്ക്ക് പോയിരിക്കാൻ തോന്നും. പക്ഷേ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ നേരെ അവിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ഏലിയാവിന് ഉറപ്പാണ് കർത്താവ് തീയിറക്കുമെന്ന്. അതുകൊണ്ട് ഏലിയാവ് എന്നാ ചെയ്തേ? അതിന് ചുറ്റും കിഴങ്ങ് ഒഴിച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഇനി വേറെ എന്തും നിങ്ങൾ ന്യായം പറയാതിരിക്കാൻ വെള്ളം കൂടെ ഒഴിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ ജീവനുള്ള ദൈവമാണെന്ന് ബോധ്യം വരേണ്ടതിന് ഇതിൻ്റെ മേൽ എന്ത് ചെയ്യണം? ഒരു ദീർഘപ്രാർത്ഥനയും പ്രാർത്ഥിച്ചില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നവനും അത് വലിയ ബോധ്യമൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ അത് പ്രാർത്ഥിക്കുന്ന ഒരു ടെക്നിക്കാണ്. കേട്ടു നിൽക്കുന്ന വിശ്വാസിയുടെ മനം കവരാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഉപായ രൂപേണ ദീർഘമായ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ബോധ്യമുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്ന കാര്യം കർത്താവ് തരുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. അത് നന്ദിയോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ പറയുന്ന നിലവാരമുണ്ടാകണം. ഇതായിരിക്കണം നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ നടക്കേണ്ടത്. അല്ലാതെ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷയം ഉണ്ടാക്കി മെനക്കെട്ടിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന രീതിയല്ല അവലംബിക്കേണ്ടത്. പ്രാർത്ഥിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്, ദൈവസന്നിധി നന്ദി പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31 വായിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 31 പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. വളരെ വ്യക്തമായി പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പിന്നെ ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. അവൻ പാപം എന്തായാലും നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ? പാപമില്ലെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളെ തന്നെ ഇച്ഛിക്കാത്ത തിന്മയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യരുതെന്ന് വിചാരിക്കുന്നതൊക്കെ ചെയ്തു പോകുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നോർമലി നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, കേൾക്കാൻ സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദൈവഭക്തനായി കേൾക്കും. പാപിയെ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ എന്ത് ചെയ്യണം? ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ അവന്റെ ഇഷ്ടം ചെയ്യണം. അവന്റെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ തെസ്സലോനിക്കയിൽ വായിച്ചത്. എന്തായിരുന്നു? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, ബലഹീനരെ താങ്ങുവീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കും. ഇതൊക്കെ അല്ലയോ ദൈവ ഇഷ്ടം. ഈ ഇഷ്ടം ചെയ്തുകൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിച്ചേ, പ്രാർത്ഥന എന്ത് ചെയ്യും? ഇവിടെ കിട്ടിയോ? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ഇവിടെ പറഞ്ഞത് ദൈവ ഇഷ്ടങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടാ. ഈ ലിസ്റ്റ് നീ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചു, നിന്റെ ജീവിതത്തിലെ പാപാവസ്ഥ ആയിരിക്കത്തില്ല ദൈവം നോക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന ഒരു കള്ളൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, ദീർഘമായൊന്നും പ്രാർത്ഥിച്ചില്ല. ദൈവത്തെ ഒരുപാട് സൂചിപ്പിച്ചൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ, കർത്താവേ അവിടുന്ന് രാജാവായി വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണേ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അവൻ്റെ മനസ്സ് കർത്താവ് പറഞ്ഞു. ആ സമയം തന്നെ നീ അതിനുവേണ്ടി ഞാൻ രാജാവായി വരുന്ന കാലം വരെ നോക്കണ്ട, ഇപ്പം തന്നെ പർദീസയിലോട്ട് പോരാൻ പറഞ്ഞു.
ഇതാണ് കർത്താവ്. മനസ്സിലായത്? നമ്മുടെ പ്രവൃത്തിയെക്കാട്ടിൽ കർത്താവ് നോക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ തീരുമാനമാണ്. കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിനെ അനുസരിക്കാനും കർത്താവിന് ഇഷ്ടം ചെയ്യാനുമുള്ള നമ്മുടെ താല്പര്യങ്ങൾ, അത് അനുസരിക്കാനുള്ള നമ്മുടെ വ്യഗ്രതയാണ് കർത്താവ് എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നത്. ആ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല, എന്നിട്ട് നീണ്ട പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല, പ്രാർത്ഥന കർത്താവ് കേൾക്കത്തുമില്ല എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അടുത്തത് മത്തായിയുടെ സുവിശേഷം എടുത്തായിരുന്നോ? 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഒന്ന് നോക്കിയേ. മത്തായി 7:21. പെട്ടെന്ന് വേണം, നമുക്ക് ഇന്ന് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. അവിടെയും അത് തന്നെയാണ് പറയുന്നത്. കർത്താവേ കർത്താവേ എന്നുള്ള പ്രാർത്ഥനയല്ല, മുമ്പേ നമ്മൾ വായിച്ചതുപോലെ അവൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അത് ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് കർത്താവിന് ഏറെ ഇഷ്ടം. മത്തായിയുടെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ച്. 6:7. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതേ. പ്രാർത്ഥിക്കേണ്ടതെന്നല്ല, പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെ ആകരുത്? ജാതികളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്, അവരെ പോലെ ജൽപ്പനം ചെയ്യരുത്. എന്നിട്ട് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലേ അവർക്ക്. ഒരുപാട് നേരം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് അവർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങളാകരുത്. നിങ്ങളുടെ ജൽപ്പനം കണ്ടിട്ടല്ല നിങ്ങൾക്ക് മറുപടി തരാനിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും ജാതികളെ അനുകരിക്കരുത്. അവരോട് തുല്യരാകരുത്. അവരോട് എന്ന് പറഞ്ഞാൽ അവരെ അനുകരിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ യാചിക്കും മുൻപ് ഒരു കാര്യം കൂടി അറിഞ്ഞോ, ജാതികൾക്ക് അറിയത്തില്ല ജാതികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് അറിയാമെന്നുള്ള വിവരം അവർക്കറിയത്തില്ല. നാളെ അവർക്ക് എന്താ വേണ്ടിയത്, മറ്റന്നാൾ എന്താ വേണ്ടിയത്, ഇന്ന് എന്താ വേണ്ടിയതൊന്നും അവരുടെ ദൈവത്തിന് അറിയത്തില്ല എന്നാണ് അവരുടെ ചിന്ത. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളുടെ ദൈവത്തിന് ഇതെല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ എന്ത് വേണം, മറ്റന്നാൾ എന്ത് വേണം, ശരിക്കും നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് ആരാന്നറിയാമോ? ഞാൻ ഈ അടുത്ത കാലത്ത് വളരെയധികം ദൈവത്തെ സ്തുതിച്ചൊരു സംഭവം ഉണ്ടായി. വളരെ നാളുകൾ ഞങ്ങൾ വീടെല്ലാം വിറ്റ് സുശേഷ വിലയ്ക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വാടകയ്ക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ചോദിച്ചു, കുഞ്ഞുങ്ങൾ വളരെയല്ലേ, മോനും മോളും വളരെയല്ലേ, എത്ര നാൾ ഇങ്ങനെ വാടകയ്ക്ക് നടക്കും, ഒരു അഡ്രസ്സ് വേണ്ടേ, എവിടെയെങ്കിലും ചെന്നൊരു അഡ്രസ്സ് പറയാനുണ്ടോ, ആധാർ കാർഡ് എഴുതാനുണ്ടാവും, ഒരു അഡ്രസ്സ് വേണം, അപ്പോൾ എവിടെയെങ്കിലും ഒരു 2 സെൻറ്റ് സ്ഥലമെങ്കിലും, എവിടെയെങ്കിലും 1 സെൻറ്റ് സ്ഥലമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന പതിയെ ഞങ്ങളുടെ ഹൃദയത്തിലൊരു ചിന്ത തോന്നി. വലിയ ഭാരമൊന്നും തോന്നിയില്ല. എങ്കിലും കർത്താവിനോട് ഇങ്ങനെ ചില സ്ഥലങ്ങൾ കണ്ടപ്പോൾ 1 സെൻറ്റ് അതൊക്കെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പൈസ പോലും ഇല്ല. എന്നിട്ട് പോലും ഞങ്ങൾ ശ്രമം നടത്തിയ സമയങ്ങളുണ്ട്. നിർബന്ധിച്ചൊന്നുമല്ല, ഒന്ന് നോക്കി, കിട്ടുന്നില്ല, വിട്ടു. അതിനിടയ്ക്ക് ഒരു സഹോദരൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുക, സഹോദരൻ ഒരു 5 സെൻറ്റ് സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളവിടെ വീട് വയ്ക്കണം. തരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കൊണ്ട് കാണിച്ചു. വെള്ളം കയറുന്നൊരു കുഴിയാണ്. സന്തോഷം, അതെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ചില വേസ്റ്റൊക്കെ എവിടുന്നേലും പെര പൊളിച്ചതിൻ്റെ സാധനമൊക്കെ കൊണ്ടിട്ട് നമുക്ക് ചെറിയൊരു പെരയൊക്കെ പണിയാന്നൊക്കെ വിചാരിച്ചാണ് അവിടെ ഇരുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല, തന്നുമില്ല. ഞങ്ങൾക്ക് വലിയ ഭാരം തോന്നി. കർത്താവേ, ഞങ്ങൾക്കൊരു കിടക്കാടോ അവിടുന്ന് തന്നില്ലല്ലോ, തരാമെന്ന് പറഞ്ഞവരും എന്ത് ചെയ്തു, അവസാനം തന്നില്ലല്ലോ. നിരാശയൊന്നും തോന്നിയില്ല, പക്ഷെ സങ്കടം തോന്നി. പക്ഷെ കുറേ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഇപ്പോൾ മനസ്സ് പറയുക, അന്നത് കിട്ടാഞ്ഞത് എത്ര നന്നായി. അതായത് എനിക്ക് എന്താണ് വേണ്ടെന്നുള്ളത് എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, മുന്നമേ കാണുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തേരെ, ഓഫ് ചെയ്ത് കട്ട് ചെയ്തേരെ ഇങ്ങോട്ട്. എൻ്റെ ദൈവം എനിക്ക് ആവശ്യമായത് എന്നതെന്ന് മുന്നമേ അറിയുന്നു. അന്ന് അങ്ങനെ കിട്ടിയിരുന്നെങ്കിലോ അതിനേക്കാൾ മെച്ചമായി, ഞാൻ പറഞ്ഞ നമ്മുടെ പല പ്രാർത്ഥനകളും ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ കിട്ടാതെ വന്നേക്കാം എന്നുള്ളിടത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ആവശ്യമായത് എന്താണെന്നുള്ളത് ഏറ്റവും നന്നായി നമ്മുടെ കർത്താവ് അറിയുന്നു. പിടികിട്ടുന്നുണ്ടോ? അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 6:7 പറഞ്ഞത്, നിങ്ങൾ ആരെ പോലെ ആകരുത്, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമായത് ദൈവത്താവട്ട് വായിച്ചേ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നത് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആ ഭാഗമെല്ലാം അറിയാം. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണം എന്നൊക്കെ അതിനകത്ത് പ്രാർത്ഥിക്കുന്നത്. ഈ അടുത്ത സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ഇന്ന് ആഹാരം, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ആഹാരം തരണമേ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഓൾറെഡി ഇന്നത്തെ ആഹാരത്തിനുള്ള വക എൻ്റെ പരിക്കകത്തുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടി ആഹാരം തരണമേ എന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിലനിൽക്കുന്നത് ഈ അരിയും ഗോതമ്പൊടിയും കൊണ്ടാണോ? കർത്താവ് പണ്ട് പിശാചിനോടൊരു വാക്ക് പറഞ്ഞു, എന്നറിയോ? മനുഷ്യപുത്രൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം ആഹാരം അപ്പം മാത്രമല്ല, നശിച്ചു പോകാത്തത്, ദൈവത്തിൻ്റെ വായിലെ
വചനവും നമ്മുടെ ആഹാരം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടുന്ന ഭക്ഷണവും തരും, നിനക്ക് വേണ്ടുന്ന വചനവും തരുമെന്ന ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പൊ എൻ്റെ ആ ആവശ്യങ്ങൾ ഇന്നും എനിക്ക് ആവശ്യം. ഇന്ന് എനിക്ക് ആവശ്യമായ വചനം തരണമേ, കാരണം നിന്റെ വചനം അപ്പത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് അല്ലേ. പായമില്ലാത്ത പാലാണ്, അത് ഭക്ഷിച്ച് ബലപ്പെടണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇന്നും നമുക്കത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ വചനം തരണമേ, അഥവാ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. അപ്പോൾ ആ പ്രാർത്ഥന അതുപോലെ നമുക്ക് പാലിക്കേണ്ടത്. അതുപോലെ കാണാതെ പഠിച്ചങ്ങ് പറഞ്ഞാലും കുഴപ്പമില്ല. ഇന്നത്തെ പോലെ പ്രാർത്ഥനയെക്കാളും ബെറ്റർ സമുദായക്കാർ ഇത് കാണാതെ പഠിച്ച് ചൊല്ലുന്നുള്ളൂ, പോട്ട് അതേ ചൊല്ലുന്നുള്ളൂ, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നില്ലല്ലോ എന്നെങ്കിലും എന്ത് ചെയ്യാം. അവരിത് ചൊല്ലിയിട്ട് പിന്നെ ജൽപ്പനം ചെയ്യാൻ പറ്റും. ആ ജൽപ്പനങ്ങൾ പലതും അവർ നമ്മളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ബന്ധക്കോസുകാരി ഇപ്പം മറ്റു അവർ പ്രാർത്ഥന കണ്ടുപിടിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ഇവണ്ണം ആയിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. ഇതിന് വിരുദ്ധമായ നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കരുതെന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കണം. സ്തോത്രത്തോടു കൂടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റിയും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം ഇവിടെ പറയുന്ന എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നൊരു പ്രയോഗം കൂടി ആ ഭാഗത്തുണ്ട്. അതിനെപ്പറ്റി കൂടി ഒന്ന് രണ്ട് വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 13:15. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. അവൻ മുഖാന്തരം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമായ സ്തോത്രയാഗത്തെ ഇടവിടാതെ അർപ്പിക്കുക. അധരഫലം, അതായത് നാവിൽ സ്തോത്രം പറയണം. അതൊരു യാഗമാണ് അല്ലേ. അത് ഇടവിടാതെ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് താങ്ക് യു, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇംഗ്ലീഷുകാരാണ് പൊതുവേ നമ്മുടെ ആൾക്കാരെ നന്ദി പറയാൻ പഠിപ്പിച്ചതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. അവരെന്തോ പറഞ്ഞാലും താങ്ക് യു, എന്തോ പറഞ്ഞാലും താങ്ക് യു പറയും. നമ്മളൊരു ബസ്സിൽ കയറിയിട്ട് അവർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്താൽ ഉടനെ അവർ ആദ്യം പറയുന്നതിനെയോ താങ്ക് യു. നമുക്ക് മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയുമോ, നമ്മളൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒന്നും കൊണ്ട് കൊടുത്തത് മേടിച്ചിട്ട് എന്തോ ആദ്യം പറയുന്നത് താങ്ക് യു. കടയിൽ സാധനം മേടിക്കാൻ വന്നു, സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് ബാക്കി അവനെ തിരിച്ചു കൊടുക്കുമ്പോഴും അവൻ ഉടനെ പറയുന്ന വാക്കറിയോ താങ്ക് യു. നമ്മൾ പറയും നന്ദി പറയുമോ നിങ്ങൾ? ഇവിടെ നന്ദി പറയാൻ പഠിപ്പിച്ച സായിപ്പന്മാരാണ്. അങ്ങനെയാണെങ്കിൽ അവരെക്കാട്ടിയും നന്ദി പറയാൻ പഠിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾ ഇടപെടാതെ ദൈവത്തിന് എപ്പോഴും എന്ത് ചെയ്യണം? താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കണം. താങ്ക്സ് ഗോഡ്, താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊരു യാഗമാണ്, അധരഫലം എന്ന യാഗമാണ്. പക്ഷെ അടുത്ത വാക്യം ഒന്ന് വായിച്ചു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലാണ്. അത് വേറൊരു യാഗം. ദൈവം ഇത് രണ്ടും യാഗമാണത്. ഏത്? സ്തോത്രം പറയുന്നത് ഒരു യാഗമാണ്. അത് ഇടപെടാതെ എന്ത് ചെയ്യണം? അർപ്പിക്കണം. അതുപോലൊരു യാഗമാണ് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കും. നന്മ ചെയ്യുന്നതും, നന്മ എന്ന് പറയുന്നത് വാഗൊണ്ട് പറയല്ല, നന്മ ചെയ്യണമെന്ന്. കൂട്ടായ്മ കാണിക്കണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അല്ലേ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ. ആ വക യാഗത്തിലാണ് ദൈവത്തിന് പ്രസാദം. നിർഭാഗ്യവശാൽ ദൈവത്തിന് പ്രസാദകരമായ യാഗം ഇടപെടാതെ സ്തോത്രം അർപ്പിക്കുന്നതാണെന്ന് ആരോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം ചിലവില്ലാത്തൊരു സംഗതിയാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ ആളുകൾ തയ്യാറാണെന്ന്. അത് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ ദൈവത്തിനേറെ പ്രസാദമുള്ള യാഗം ഏതാണെന്നറിയാമോ? നിങ്ങളിങ്ങനെ ഇടപെടാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും അതും യാഗമാണ്. നിർഭാഗ്യവശാൽ അത് നമ്മുടെ ഇടയിൽ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ പഠിപ്പിക്കപ്പെടുന്നത് മുഴുവൻ സ്വോത്രം പറ, അതൊരു യാഗമാണ്. സ്വോത്രം പറ ഇടപെടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ദൈവത്തിന് പ്രസാദമാണെന്ന് പറഞ്ഞില്ല. ഇടപെടാതെ പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇടപെടാതെ ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷെ ദൈവത്തിന് പ്രസാദമുള്ള ഏത് വക യാഗത്തിലാണെന്ന് അറിയാമോ? നന്മ ചെയ്യുന്നതും അതുകൂടി കൂട്ടത്തിൽ പഠിപ്പിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം വേണമെന്നല്ല, സ്തോത്രം എപ്പോഴും പറയും. ഇടപെടാതെ സ്തോത്രം പറയണം. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വേണം. അപ്പം തന്നെ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തെസ്സലോനിക്ക ലേഖനത്തിൽ ഈ ഭാഗം കൂടി ചേർത്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ കഴിയുമെങ്കിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ആ യാഗത്തിലാണ് ദൈവത്തിന് ഏറെ പ്രസാദം. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്യം കൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കും. എഫേസ്യ ലേഖനം 5:20. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവേൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവേൻ. അപ്പം എല്ലായ്പ്പോഴും എല്ലാറ്റിനും നിങ്ങൾ സ്തോത്രം എല്ലായ്പ്പോഴും എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ ഏത് അനുഭവത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്തു കൊള്ളുവേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ. വീണാലും എഴുന്നേറ്റാലും നഷ്ടം വന്നാലും ലാഭം വന്നാലും എല്ലാം കർത്താവ് അറിഞ്ഞാണ്. കർത്താവ് അറിഞ്ഞാണെങ്കിൽ കർത്താവ് അതിലേക്ക് ദോഷത്തിനല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ ഇരിക്കുന്ന സിറ്റുവേഷനിലെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം, സ്തോത്രം പറയുന്നവരായിരിക്കണം. ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഈ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തി. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാൻ, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗ്ഗപിതാവേ, അപ്പോൾ ഞങ്ങളുടെ ബലഹീനത അവിടെ നിന്ന് അറിയുന്നു, ഞങ്ങളുടെ കുറവശങ്ങൾ അവിടെ നിന്ന് അറിയുന്നു. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്കായി അവിടുന്ന് കരുതുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കളായിരിക്കുകയാൽ ഞങ്ങൾക്ക് ആവശ്യമായത് എന്നതെന്ന് കൃത്യമായിട്ട് അവിടെ നിന്ന് അറിയുന്നു. എങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുവാൻ അവിടുന്ന് പറയുമ്പോൾ കർത്താവെ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതിരിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. അതിനുള്ള ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിക്കാതെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. തിന്മയ്ക്ക് പകരം തിന്മ പറയാനോ പ്രവർത്തിക്കാനോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകാതെ കൊണ്ട് ഞങ്ങളെ പരിപാലിക്കണമേ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാനുള്ള കൃപ തരണമേ. ബലഹീനരെ താങ്ങുവാനുള്ള കൃപ നൽകണമേ കർത്താവേ. അപ്പോൾ ആ ക്രമം കെട്ടവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് തരണമേ, ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും കർത്താവേ തിരുസന്നിധിയിൽ സന്തോഷമുള്ളവരായിരിക്കാൻ, എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ കർത്താവേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമായി നിവർത്തിക്കുവാൻ അടിയങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അതിനായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥന എടുത്തതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മളെ സഹായിക്കട്ടെ. വേറെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് ആ വിഷയം കൂടി പ്രാർത്ഥിക്കാം. സാക്ഷി വാക്കുകൾ ഏതെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഓർപ്പിക്കാം. അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് കേട്ട വചനം കർത്താവേ, അത് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ഞങ്ങളുടേതായി തന്നെ പ്രവർത്തിപ്പാൻ തക്ക ഞങ്ങളെ മറ്റുള്ളവർക്ക് നന്മയും കൂട്ടായ്മയാക്കാനൊക്കെയും പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ കർത്താവ്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഗ്രഹവും ആശ്വാസകരമായി തീരുവാൻ തക്കണം സ്വർഗ്ഗം ഞങ്ങൾക്ക് തന്നു ഓർത്തങ്ങെ സ്തുതിക്കുന്ന കർത്താവേ. പുറടി ഞങ്ങൾ കടന്നു പോകുന്ന വരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. മനമോഹൻ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനോട് യാചിക്കുമ്പോൾ കൃത്യമാരാകണമേ. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആസ്വദിക്കുന്ന പരിശുദ്ധാത്മ കൂട്ടായ്മ സഹവാസവും കർത്താവ് കടന്നു പോകുന്ന കർത്താവിന് രണ്ടാം വരെ ഒരേ ഉണ്ടായിരിക്കുമാറാകണം. കർത്താവ് യേശുക്രിസ്തുവിനെ സ്തോത്രം ചെയ്യുക. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.